ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റുമായിട്ടാണ്. അതെ. സീസൺ 2 രണ്ടാമത്തെ ഗസ്റ്റ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി കേരളത്തിലെ ഫസ്റ്റ് വിറ്റ്ലിഗോ മോഡലാണ്, പിന്നെ ഒരു ഫിലിം ആക്ട്രസ് ആണ്, പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പിന്നെ അത് പോരാത്തോണ്ട് നമ്മളുടെ 2024 കേരള ബ്യൂട്ടി ഐക്കണിന്റെ ടൈറ്റിൽ വിന്നറാണ്. അതെ. അപ്പം ആരാണ്? ബെൻസീറ. യെസ്. വെൽക്കം ടു ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. എങ്ങനെ തോന്നുന്നു ഇവിടെ വന്നിരുന്നിട്ട്? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല, ഞാൻ ഭയങ്കര കൂളാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ടെൻഷൻ അല്ല, നമ്മളൊരു ഷോർട്ട് നോട്ടീസിലാണ് വന്നത്, അതും പെട്ടെന്ന് തന്നെ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ച് വന്നതിൽ വളരെ നന്ദി. മൈ പ്ലഷർ. അല്ല വിൻസി, ഇത്രയും സാധനങ്ങൾ ചോദിച്ചപ്പോഴേ എനിക്കൊരു ഡൗട്ട്, ഇതിൽ ഇത്രയും ടൈറ്റിലിൽ ഏതാണ് വിൻസിക്ക് ഇപ്പം അറിയപ്പെടാനാണെങ്കിൽ ഫസ്റ്റ് പറയാൻ ഇഷ്ടപ്പെടുന്ന ഏതായിരിക്കും? ഇപ്പൊ ഇത്രയും പറഞ്ഞു വിറ്റ്ലിഗോ മോഡൽ അത് തന്നെയാണ് ഫസ്റ്റ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് വിറ്റ്ലിഗോ മോഡല് വേറെ ആരും ഇങ്ങനെ മോഡൽസ് ഇപ്പം കുറച്ചുപേരൊക്കെ വരുന്നുണ്ട്, ബട്ട് ഫസ്റ്റത്തെ അല്ല ഞാനാണ്. അങ്ങനെയാണെങ്കിൽ മോഡലിങ്ങിലോട്ട് എപ്പോഴാണ് ഫസ്റ്റ് എത്തിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് റിയലൈസ് ചെയ്തത് എനിക്ക് മോഡലിംഗ് ചെയ്യണം എന്നുള്ളൊരു സാധനം? ഞാൻ ആദ്യം മോഡലിംഗ് ത്രൂ ഒന്നല്ല വന്നേ, ഞാനൊരു ഷോർട്ട് ഫിലിം ത്രൂ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കിടക്കുന്നത് തന്നെ. അവിടെ നിന്ന് പിന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടാണ് മോഡലിംഗ് എന്നുള്ളൊരു പരിപാടി തുടങ്ങുന്നത്. ഇറ്റ്സ് ഭയങ്കര ഹാർഡാണ് ഒരു വീട്ടിലേക്കുള്ള ഒരാൾക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചെടുക്കാന്നുള്ളത്, ബട്ട് എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. വിറ്റിൽക്കോ ബാധിച്ച ഈ കണ്ടീഷനുള്ള ആൾക്ക് മെയിൻ സ്ട്രീമിൽ അങ്ങനെ കാണാറുമില്ല. തലവര സിനിമയിലാണ് നമ്മൾ അങ്ങനെ കണ്ടത്, ഒരു പരിചയം. അങ്ങനെ സിനിമയിലൊന്നും പ്രസന്റ് ചെയ്യാറില്ല, പിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോഴ് തലവര സിനിമയിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് ആ സിനിമ ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് അതിന്റെ? ആക്ച്വലി ആ സിനിമയുടെ സംവിധായകൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനും ആളുടെ കൂടെ, ആളെൻ്റെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു ഒരു മൂവിയിൽ. പിന്നെ ആൾ ത്രൂ ആണ് ഞാൻ ഈ സിനിമേനെ പറ്റി അറിയുന്നതൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഷോയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എക്സാക്ട്ലി എൻ്റെ ഒരു സ്റ്റോറി ഞാനത് ഓൾറെഡി റിവ്യൂ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ സ്റ്റോറി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം പറഞ്ഞല്ലോ, അതെനിക്ക് കളർ കൂടിയിട്ട് മൊത്തം ഡിമ്മാക്കി, ഫുൾ മേക്കപ്പ് ഇട്ടു, ഫേസ്, നെക്ക്, ഹാൻഡ്സ് ഫുൾ മേക്കപ്പ് ഇട്ട് ഒരു ഷെയ്ഡ് മാറ്റിയിട്ടാണ് ഞാൻ ആ ഷോർട്ട് മൂവി ചെയ്തത്. അപ്പോൾ ഇതിൽ വിറ്റ്ലിഗോ ഒന്നില്ലെങ്കിൽ എനിക്ക് വരുന്ന ക്യാരക്ടർ ഫോറിൻ ക്യാരക്ടർ ആയിരിക്കും, എനിക്കൊരു മലയാളി രൂപമില്ല. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് എന്തോ മലയാളി രൂപമില്ലെന്നാണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല മലയാളി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ വരുന്നതായാലും റോൾസൊക്കെ ആയാലും പാരിസ് ലക്ഷ്മിയൊക്കെ ചെയ്യുന്ന പോലത്തെ റോൾസാണ് കൂടുതൽ എനിക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനോ ഗണ്ണൊക്കെ പിടിച്ചിരിക്കുന്ന ആരെങ്കിലോ അങ്ങനെയൊക്കെ എനിക്ക് വരാറുള്ളൂ. അത് എനിക്ക് ആ ഒരു ലുക്ക് ഉള്ളത് കൊണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാൻ മലയാളം പറഞ്ഞാലും ആൾക്കാർ പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിക്കും, അപ്പോൾ മലയാളിയാണോ? എങ്ങനെ മലയാളം അറിയാം? മലയാളം പഠിച്ചതാണോ? അച്ഛൻ മലയാളിയാണോ അമ്മ മലയാളിയാണോ എന്ന് ചോദ്യം വരും. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. മനസ്സിലായി. അല്ല, ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിമിന് ശേഷമാണ് മോഡലിങ്ങിലോട്ട് വന്നത്. അപ്പോൾ ഈ മോഡലിങ്ങിലോട്ട് വരാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്താൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും? എനിക്കെൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ബട്ട് എൻ്റെ പാരൻസ് അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. പിന്നെ നല്ലൊരു ഏജ് എൻ്റെ മെഡിസിനിലായിരുന്നു, മെഡിസിൻ കഴിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കാലഘട്ടമായിരുന്നു എൻ്റെ ടീനേജ് ഒക്കെ വരുന്നത്. വിറ്റ്ലിഗോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 17-16 ആ ഒരു ഏജിലാണ്. അത് നമ്മുടെ പ്രൈം ടൈമാണ്, നമ്മൾ അത്രയും അടിച്ചു പൊളിക്കുന്ന ഒരു ടൈമിലാണ്. ആ ടൈമിൽ എനിക്കിപ്പോൾ കൂട്ടുകാരോട് അങ്ങനെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ പോകാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കും, പിന്നെ അവരുടെ ടെൻഷൻ ഇത് പകരുമെന്നായിരിക്കും. നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ബേബീനൊക്കെ ആ ടൈമിലിട്ടോ ഒരു കുഞ്ഞു അവനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പോകും. എന്നുവെച്ചാൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഇതിനെപ്പറ്റി അധികം ആർക്കും നോളജ് ഇല്ല, എന്താണിത്, എന്തുകൊണ്ടാണിത്, ഇത് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആൾക്ക് പകരും എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തേലും പറയാം.
ബിൻസിക്ക് ഇപ്പൊ ഈ വീട്ടിലേക്ക് ആയി തുടങ്ങുന്ന സമയത്ത് ഈ സ്കിൻ ഡിസ്പാരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പൊ പഴയ സ്കിന്നും ഇതുമായിട്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലല്ലേ ഭയങ്കരമായിട്ട് കൂടുതൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ആ ഒരു ടൈം ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. കാരണം നമുക്ക് 2 ഷെയ്ഡ് ഉള്ളപ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും. എന്നുവെച്ചാൽ നമുക്കൊരാളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരാളിപ്പോൾ നോർമൽ ഒരാൾ നോക്കുന്നതും ഇപ്പോൾ ശരീരത്ത് വേറെ എന്തെങ്കിലും കളറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷനായിട്ട് ഒരാൾ നോക്കുന്നതും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും നമ്മുടെ ആ പാച്ചുള്ള ഭാഗത്തൊക്കെ സൂക്ഷിച്ച് നോക്കും. അപ്പം നമ്മളുടെ ഉള്ള കോൺഫിഡൻസും കൂടി ഓൾറെഡി നമുക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവർ ഭയങ്കര ഇതായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആൾ നോക്കുന്നത് ഇവിടേക്കാണ്. അപ്പോൾ ഭയങ്കര ധൈര്യം പോവും. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്യാണ്ടാവും. മുഖത്തേക്ക് നോക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. പിന്നെ മാക്സിമം ഒരു പരിധി വരെ ഇത് കവർ ചെയ്ത് നടക്കാന്നുള്ളതാണ്, ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട്. ബട്ട് ഫേസ് ഒക്കെ എന്ത് ചെയ്യണോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമല്ലേ? ഭയങ്കരമായിട്ട് ബാധിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പറയും, അറിയാം അവർക്ക്. ബട്ട് അതുവരെ എന്നെ തീരെ സപ്പോർട്ടില്ലാണ്ടാവും. ഈവൻ എനിക്ക് എൻ്റെ കോളേജിലൊക്കെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു ബോട്ടിലിൽ നിന്ന് ഞാൻ വെള്ളം കുടിച്ചു. ദ സെയിം ബോട്ടിലിൽ നിന്ന് എൻ്റെ കോളേജിലെ ഒരു ക്ലാസ്മേറ്റ് കുടിക്കാൻ പറ്റില്ല, എനിക്കിത് അത് ആ മൊമെൻറ്റിൽ ഉണ്ടായത്. ഞാൻ കുടിച്ചിട്ട് പാസ് ചെയ്യാണ് വെള്ളം. അപ്പോൾ വേണ്ട എനിക്കത് വരും, എനിക്കത് പകരും എന്നുള്ളൊരു സാധനമൊക്കെ ആയിരുന്നു. സോ അതൊക്കെ എനിക്ക് സ്റ്റിൽ ഞാനത് ഓർക്കുന്നത് ഭയങ്കര വിഷമത്തോടെയാണ്. കാരണം അത്രയും കൂടി ആൾക്കാർക്ക് അറിയില്ല. പിന്നെ അങ്ങനെ ഒരു ട്രോമ കിട്ടി ആണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പം ഇതിനോട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു അത്. അല്ല, ഇപ്പം പറഞ്ഞില്ലേ മിക്കവരും ഇങ്ങനെ നോക്കും. അപ്പം അവർ ചിലപ്പം ക്യൂരിയസ് ആയിട്ടായിരിക്കും നോക്കണം. പക്ഷെ നമുക്കത് അങ്ങനെ ആയിരിക്കില്ല ഫീൽ ചെയ്യണം. നമുക്കത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് ചിലരിപ്പം അടുത്ത് വരാൻ മടിക്കുമെന്ന് പറഞ്ഞു വെള്ളം കുടിക്കാൻ. അപ്പം അങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് ഇല്ലേ? അപ്പം അതെന്തെങ്കിലും പറയാനുണ്ടോ ആൾക്കാരുടെ അടുത്ത്? ഇപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞൂടായിരിക്കും. മിക്കവരും വിചാരിക്കുന്നത് മേ ബി ഇത് ടച്ച് ചെയ്താൽ വരും, അല്ലെങ്കിൽ അടുത്ത് കുറച്ച് നേരം ഇരുന്നാൽ വരും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് തന്നെ കുറെ മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതെ, ആക്ച്വലി ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട കാര്യം, ഇത് പകരുന്ന ഒരു അസുഖമല്ല. ഇത് അസുഖമല്ല. ആക്ച്വലി ഇതൊരു സ്കിന്നിന്റെ ഒരു കണ്ടീഷനാണ് എന്നുള്ളതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഏത് ഏജിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതെവിടെ വേണമെങ്കിലും വരാം. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. നമ്മുടെ ബോഡിയിലെ മെലാനിൻ കോണ്ടന്റ് തനിയെ ഇല്ലാതാവുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഇത് ഉണ്ടാവുന്നത്. നമുക്ക് ഒരു പരിധി വരെ ഫുഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യാമെങ്കിലും ബട്ട് ഇതിൽ ഒന്നും പറയാനില്ല. ആർക്ക് വേണമെങ്കിലും വരാം. അത് ഇപ്പോൾ ചെറിയ കുട്ടി മുതൽ വയസ്സായ ഒരാൾക്ക് വരെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് വരാം എന്നുള്ളതാണ്. പിന്നെ ഇത് ജനറ്റിക്കായിട്ടും അല്ലാതെയും വരുന്നുണ്ട്. ഇപ്പം എനിക്കൊക്കെ പാരമ്പര്യമൊന്നും ഇല്ലാണ്ടാണ്. എൻ്റെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ ഇതുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാനിതിനെ ബേസ് ചെയ്ത് ഒരു 3 വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തായിരുന്നു. അപ്പം അതിൽ കുറേ പേര് എനിക്ക് DM ഇട്ടിരുന്നു, എൻക്വയറി ചെയ്തതിനെ പറ്റി, മെഡിസിനെ പറ്റി, ഇതൊക്കെ. ഇതൊരു പരിധി വരെ ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ബട്ട് ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ക്യൂർ ആവുന്നുണ്ട്. അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ്. ബട്ട് എന്നിരുന്നാലും ഇപ്പം നമ്മുടെ ഒരു പൊതുവെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കേൾക്കുമ്പോൾ മാറിയെന്ന് ഒരാൾ പറയുമ്പോൾ അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുക. വേറെ സ്ഥലത്ത് സെയിം ഒരു തന്നെ പറയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുക. അതാണ് പൊതുവേ ചെയ്തു വരുന്ന രീതി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതിനെന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് അറിയുള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഈ സ്കാമൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലെ ഇതൊക്കെ ആൾക്കാർ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പൊ ഇതൊക്കെ കുറച്ച് ആൾക്കാർ സ്കാം ആയിട്ട് നമ്മളിതിനെ വളർന്നോടിക്കുമ്പോഴത്തേക്കും പലരും ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഇപ്പം വേറെന്തെങ്കിലും ഒരു റിസർച്ച് ഇല്ലാണ്ട് തന്നെ ചില മരുന്നൊക്കെ തന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് DM വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സെയിം കാര്യം പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഒറ്റമൂലിയുണ്ട്. സെയിം ആൾക്കാർ തന്നെ പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ഇത് വരുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആവും.
അവർക്കറിയില്ല ഇത്, ഒന്നില്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തില്ല, അല്ലെങ്കിൽ പബ്ലിക്കിന് ഇതിനെ പറ്റി ഒരു കോക്കനട്ടും അറിയില്ല. അപ്പോൾ അവർ കേൾക്കുന്നിടത്തൊക്കെ പോവാണ്. അപ്പോൾ പറ്റിക്കപ്പെടാനും പറ്റിക്കാനും എളുപ്പമാണ് ആൾക്കാർക്ക്. ജെനുവിൻ ആണോ, ഇതൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതുണ്ട്, അതൊന്നും നോക്കണമെന്നില്ല. ഇപ്പോൾ ഭയങ്കര ഈസിയാണ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം ഇട്ടാൽ ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും വരുമോ എന്നോ ചിന്തിക്കുന്നില്ല. ഇത് വന്നവർക്ക് ഫേക്ക് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൈയൊക്കെ മൊത്തം പൊള്ളി പോയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. ആ മുറിവ് ഉണങ്ങാതിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അതായത് ഇത് വന്നിട്ടുള്ളവർക്കടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നമുക്ക് വെയിൽ കൊള്ളാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു കൊതുക് കടിച്ച് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യില്ലേ, അപ്പോൾ തൊലി, എനിക്കത് അങ്ങനെയാണ്, എൻ്റെ തൊലി പോരും. പിച്ചാനോ അങ്ങനെ ഒന്നും നമുക്കൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊലിയൊക്കെ വരും. കുറവാണ്. അത് നമ്മുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആവും. നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾക്കുള്ള പോലെ ഒരു ബേസ് ആയിട്ട് ഹാർഡായിട്ടുള്ള സ്കിൻ ടെക്സ്ചർ ഇല്ല. ബേബി സ്കിന്നൊക്കെ ഇല്ലേ, ഇപ്പം ജനിച്ച് വീണ നവജാത ശിശുക്കളുടെയൊക്കെ സ്കിന്നില്ലേ, അത് പെട്ടെന്ന് മുറിയും. നമ്മൾ അത്രയും കെയർ ചെയ്താണ് അവരെ കൊണ്ടു നടക്കുന്നത്. ഇത് അങ്ങനെ തന്നെയാണ്, അത്രയും കെയർ ചെയ്ത് കൊണ്ടു നടക്കണം. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഫേക്ക് ആയിട്ടുള്ളത് കൊടുക്കുമ്പോൾ അവർക്ക് ഇപ്പം ഫേസിലൊക്കെ ആയിരിക്കാം, അപ്പോൾ അവിടെ അത്രയും ഭാഗം ഇപ്പോൾ ഫേക്ക് മെഡിസിൻസോ അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടവർക്കൊക്കെ അത്രയും ഭാഗത്ത് ഇതിൽ കൂടുതൽ പിന്നീട് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സ്കാറും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കുറേ എനിക്കങ്ങനെ DMs വന്നിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞു. കമ്മ്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതുവരെ കേരളത്തിൽ കമ്മ്യൂണിറ്റീസ് ഒന്നുമില്ല, ബട്ട് ഇന്ത്യയിൽ വേറെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കൊന്ന് 17-16 ഇയേഴ്സിലാണ് എനിക്ക് ഫസ്റ്റ് ഇത് വന്നത്. അതിനുശേഷം എനിക്കൊന്ന് ബിൻസി ഇപ്പം ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും അച്ചീവായി, ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത്. അപ്പം പുതുതായിട്ട് ഇപ്പം ആരെങ്കിലും ഇതുപോലെ ഇപ്പോൾ വരികയാണെങ്കിൽ ഒരു 16 അല്ലെങ്കിൽ 17 ഇയേഴ്സുള്ള വേറൊരു ആക്കിയത് വരികയാണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത്? അവർക്കും ഈ ഒരു സ്റ്റേജ് ആയിരിക്കും, ലൈക്ക് ഫസ്റ്റ് ഇത് കാണുമ്പോഴത്തേക്കും തുടക്കത്തിൽ ഇത് നമ്മൾ എനിക്ക് വന്നല്ലോ അങ്ങനത്തെ കുറെ അത് തന്നെ നമ്മൾ സെൽഫായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നത് അത് ഭയങ്കര ഹാർഡായിരുന്നു. നമുക്ക് അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. പിന്നെ ഒന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു 17 വയസ്സുകാരിയാണ്, അടിച്ചു പൊളിച്ച് പാറി പറന്ന് നടക്കേണ്ട ഒരു ഏജിൽ വീടിനകത്ത് തന്നെ ഇരിക്കുക, പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരിക, ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സ് ഇല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും നോക്കുക. ഈവൻ എനിക്ക് എൻ്റെ ചർച്ചിൽ പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അത് എൻ്റെ പള്ളിയിൽ, എൻ്റെ നാട്ടിലെ ചർച്ചിലൊക്കെ. കാരണം ആ സമയത്തൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി തീരെ അവെയറല്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റ്, നമ്മൾ നേരെ വന്ന ഒരാൾ ചോദിക്കുകയാണ് ഇതിന് മരുന്നൊന്നുമില്ലേ, ഇത് മാറില്ലേ, അങ്ങനെയൊക്കെ നമ്മളെന്താ പറയുക, നമുക്കറിയില്ല. അതും ആ ഒരു ഏജിലുള്ളൊരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അപ്പം ഇതിന് മാറൂലായിരിക്കും അല്ലേ, ഇത് മേത്ത് മൊത്താവോ, അവർക്കറിയില്ല അതിനെപ്പറ്റി. ബട്ട് ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിതിന് മറുപടി ഉണ്ട് പറയാനായിട്ട്. എന്നിട്ട് എൻ്റെ ആ ഒരു ഏജിൽ ഒരാളോട് ഇത് പറയുകയാണെങ്കിൽ ആൾക്കൊന്നും പറയാനില്ല, ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ഇതിൽ തന്നെ. പിന്നെ ഓൾറെഡി നമുക്കൊരു ഞാൻ പറയുന്ന ഒരു 2017 സ്റ്റോറിയാണ്. ലൈക്ക് അപ്പോൾ അവർ ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ ഭാവിയിൽ എന്താവും, കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ലേ, ആലോചനയൊക്കെ വരുമോ, അവരങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പറയണത്. അതും 2017 ഞാൻ ഇപ്പോഴത്തെ കഥയല്ല പറയണത്, 17 or 16 കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ വന്നൊരു വ്യക്തിക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല, ഇയാളുടെ ഫ്യൂച്ചർ കഴിഞ്ഞു, ഇനി ഈ പെണ്ണിനെ ആരും കെട്ടില്ല, അല്ലെങ്കിൽ ഇവണ്ടാവുന്ന കുട്ടി, ഇപ്പം ഇവള് കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായ ആ കുട്ടിക്ക് ഇതുണ്ടാവും, തലമുറ അങ്ങനെയായിരിക്കും. ആ ഒരു ചിന്താഗതിയിലാണ് അവർ സംസാരിക്കുന്നത്. സ്റ്റിൽ അതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ DM വന്നിട്ടുള്ള ഒരു കുട്ടി ചോദിച്ച ചോദ്യം, എനിക്കതിന് ഉത്തരമില്ല. ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക്, കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ അമ്മയ്ക്ക് ഇതുണ്ട്. അപ്പോൾ ഞാൻ അയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ എൻ്റെ കുട്ടികൾക്ക് ഇത് വരുമോ, ജനറ്റിക്കലി ഇത് വരുന്നുണ്ട്. സോ എനിക്കതിന് ഉത്തരമില്ല പറയാനുണ്ട്. അപ്പം ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ, ഇതിനൊക്കെ നമ്മളെന്താ പറയുക, ഒന്നില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം, എന്നിട്ട് മുന്നോട്ട് പോകണം. അതൊന്നും ഫ്യൂച്ചർ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ആർക്കും വേണോ എപ്പോഴും വേണോ വരാം അല്ലേ, നമുക്ക് പറയാനൊന്നും പറ്റൂല.
ഓട്ടോ ഇമ്മ്യൂൺ ഇതല്ലേ? പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, വിറ്റിലിഗോന് മാത്രമായിട്ടൊരു കമ്മ്യൂണിറ്റി ഇല്ല, ബട്ട് സ്കിന്നിന്റെ വേറെ പ്രോബ്ലംസിനൊക്കെ കൂടി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആബ എന്നാണ് ആ കമ്മ്യൂണിറ്റിയുടെ പേര്. കേരള AR ഐശ്വര്യ എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഫൗണ്ടർ വരുന്നത്. അയാളുടെ ഒരു കമ്മ്യൂണിറ്റി മീറ്റപ്പിന് ഞാൻ പോയിട്ടുണ്ട്. അതിൽ കുറേ സ്കിൻ കണ്ടീഷനുള്ള ആൾക്കാർ വരുന്നുണ്ട്. സൊറൈസിസ്, വിറ്റിലിഗോ, അങ്ങനെ പല പല കണ്ടീഷൻസിലുള്ളവർ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നത്. ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുറച്ച് ആക്ച്വലി നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ടൈം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറയില്ലേ, കൺസൾട്ട് ചെയ്ത ഡോക്ടറിന് ഇത് മനസ്സിലായിട്ടില്ലേ ഇത് വിറ്റിലിഗോ ആണെന്ന്. പുള്ളി പറയുന്നത് വൈറ്റമിൻ്റെ കുറവാണ്. സോ ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് കുറച്ചധികം കാലം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും വേറെ വേറെ സ്പോട്ട് ചെയ്തപ്പോഴാണ് വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് വിറ്റിലിഗോ ആണ് എന്നുള്ളത്. അപ്പം അത്രയും ടൈം എൻ്റെ പോയിട്ടുണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തോ? ഓഫ് കോഴ്സ്, ഒത്തിരി. ഞാൻ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുത്തു. നമ്മൾ ഇറ്റലിയിൽ നിന്ന് മെഡിസിൻസ് വരുത്തിയിട്ട് അത് ചെയ്തിരുന്നു. ബട്ട് ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിക്ക് മെഡിസിൻ താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ലൈക്ക് എൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ വെയിൻസ് ഒക്കെ പൊട്ടി എനിക്ക് നോസ് ബ്ലീഡിങ്ങും ഇയേഴ്സിനൊക്കെ ബ്ലീഡിങ്ങും ഒക്കെ ആയി. ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഞാൻ ഭയങ്കര ടയേർഡായി. ഒരു 18 വയസ്സ് 19 വയസ്സുള്ള പെൺകുട്ടി എത്രയൊക്കെ എനിക്ക് ആരോഗ്യമില്ലാണ്ടായി തീരെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ തന്നെ എൻ്റെ ഫാമിലിനോട് പറഞ്ഞു, ഞാൻ നിർത്താണ്, എന്തായാലും ഇനി ഫേസ് ചെയ്യാം, എനിക്ക് പറ്റില്ല മെഡിസിൻ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നിർത്തിയതാണ് മെഡിസിൻസ്. എന്നിട്ട് അതിനുശേഷവും ഫാമിലിയിൽ നിന്നും അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരുടെയും മെഡിസിൻ സജഷൻസും അപ്രോച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് വേണ്ടാന്നൊരു തീരുമാനം എടുത്തു, അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫ്രണ്ട്സിനും ഫാമിലിക്കും ആണ് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി കൊടുക്കേണ്ടതല്ലേ, അവർ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആവാൻ വേണ്ടിയിട്ട്. അവരായിരിക്കും ഇപ്പം നമ്മളൊരു കണ്ടീഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും, നമ്മൾ ഡൗൺ ആണെങ്കിൽ വീണ്ടും അവർ ഇതുപോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അവെയർ അല്ല ആരും ഒരു അവയർനെസ് കൊടുക്കേണ്ട കുറച്ചും അവർക്കാണെന്ന് തോന്നാറുണ്ട്. ഇത് ഇപ്പോഴാണ് ഇത് കുറച്ചും കൂടി കോമൺ ആയത്. ബട്ട് ഇത് എൻ്റെ ഞാൻ പറഞ്ഞില്ല 2017, 2016 ആ ഒരു ഇയറിൽ ഇത്രയൊന്നും കോമൺ അല്ല. അതിനും കുറച്ചും കൂടി ഇയേഴ്സ് മുന്നെടുത്തു കഴിഞ്ഞാൽ 100 പേരിൽ ഒരാൾക്കെങ്ങാനും ഇത് ഉണ്ടാവുള്ളായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർക്കായി. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഒരു കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റും ഇതിൽ. ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അവിടെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ പോയി മിണ്ടാറൊക്കെ ഉണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ പറയും ഞാൻ ഇതായിരുന്നു ഫസ്റ്റത്തെ എൻ്റെ ഒരു ഇത്, അതിൽ നിന്നാണ് ഇങ്ങനെ കൺവെർട്ടായേ എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അല്ല ഇപ്പോഴും ആൾക്കാരുടെ പെരുമാറ്റവും ഒരു മനോഭാവമൊക്കെ മാറിയിട്ടില്ല ഓഫ് കോഴ്സ്. കാരണം ഇപ്പം എന്നെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വിറ്റിലിഗോ ഉള്ള ഒരാളായിട്ടല്ല തോന്നുന്നത്. അപ്പോൾ ഇപ്പം എന്നെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പം ഫസ്റ്റിൽ എന്നെ കാണുമ്പോൾ ഞാനൊരു ഞാൻ പുറത്തുനിന്നുള്ള ഫോറിനർ എന്തോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദിക്കാരിയോ അങ്ങനെയൊക്കെയാണ് അവർ വിചാരിക്കുന്നത്, റഷ്യനോ ഒക്കെയാണ്. അപ്പോൾ ഞാൻ വാ തുറന്ന് മലയാളം പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറയും നീ വാ തുറക്കണ്ട ഉണ്ടാതിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ പുറത്തുനിന്നുള്ള ആളാണ്, അങ്ങനത്തെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളം പറയുന്നത് കേട്ട അവരുടെ സംശയം അച്ഛൻ മലയാളിയാണോ അമ്മ മലയാളിയാണോ, അല്ലെങ്കിൽ പിന്നെ ചോദിക്കും ഇവിടെ വന്ന് മലയാളം പഠിച്ചതാണോ, അല്ലെങ്കിൽ ഗ്ലൂട്ടോത്തയാണ് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഈ കളറിലോട്ട് ആയതാണോ എന്നൊക്കെ. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ സ്കിൻ 2 ഷെയ്ഡുള്ളത് റിവീൽ ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി എൻ്റെ ബിഫോറും ആഫ്റ്ററും ഒക്കെ ഉണ്ട്. കുറച്ച് സ്ക്രോൾ ചെയ്യണം, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോസും കൂടാണ്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, മുഖത്തിന് തീരെ ചായയില്ലെന്ന് തോന്നും, മലയാളിയുടെ ഒരു ആ സാധനം ഇല്ലെന്ന് തോന്നും. കാരണം ഞാൻ ഇപ്പോൾ ഓഡിഷനൊക്കെ പോയാലും മലയാളി ചായ ഇല്ലെന്ന് പറഞ്ഞും എനിക്ക് സെലക്ഷൻ കിട്ടാറില്ല. മേ ബി അതുമായിരിക്കാം ഒരു റീസൺ. നിങ്ങൾക്കൊക്കെ വിറ്റിലിഗോനെ പറ്റി ഇത്രയൊക്കെ അറിയായിരുന്നോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് അറിയാം. പിന്നെ സിനിമ തലവര ഉണ്ട്, പിന്നെ മമത മോഹൻദാസിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ മൈക്കിൾ ജാക്സൺ ഒക്കെ ഇത് ഇങ്ങനെയൊന്നും പകരില്ല എന്നുള്ളതും അറിയായിരുന്നു. അതൊക്കെ അറിയാം. അങ്ങനെയുള്ള
ഇതൊന്നും ഇല്ലായിരുന്നു. ബേസിക് ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനെ ഒന്നും വലുതായിട്ടൊന്നും ഇതൊരു അസുഖമല്ലെന്ന് അറിയാം. എനിക്കാണ് ഇപ്പോഴും പലർക്കും അറിയില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പക്ഷെ എനിക്കാണ് കുറെയൊക്കെ മാറിയിട്ടുണ്ടെന്നോണല്ലേ, ഒരു 10 years ബാക്ക് ഇപ്പോഴായിട്ട് ആൾക്കാർ ചേഞ്ചസ് ഉണ്ട് നന്നായിട്ട്. ബട്ട് ഇപ്പോഴും പുറത്ത് ഇങ്ങനെ ഒരു വിറ്റിലിക്കുള്ള ഒരാൾ ഇറങ്ങി നടന്നാൽ ആൾക്കാർ നോക്കും. അത് ആൾക്ക് ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിൽ തന്നെ നോക്കും. അതൊരു നോർമൽ സാധനമാണെന്ന് നോക്കി വിടുകയല്ല ചെയ്യുക. ഭയങ്കര ആള് എങ്ങനെ ഡിസ്കംഫർട്ട് ആക്കാം, അത് മേ ബി ബിക്കോസ് ഓഫ് അവർ ക്യൂരിയസ് ആയിട്ടായിരിക്കും. ബട്ട് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിക്കേണ്ടത് നോക്കും. അല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ചേട്ടമുണ്ട്. നേരത്തെ ഇപ്പം നമ്മളെ സ്കിന്ന് പോലെ ഇരുന്നിട്ട് പെട്ടെന്നാണ് ഇത് മൊത്തത്തിൽ ഒരു ഇത്. അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ പെട്ടെന്ന് വരുമ്പോഴേ എങ്ങനെ അവരെ പെട്ടെന്ന് ചേഞ്ച് ആവില്ലേ, ഫുള്ളി ചേഞ്ച് ആകുമ്പോൾ അവരെങ്ങനെയാണ് ആ ഒരു മനക്കരുത്ത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. ഈ പറഞ്ഞ പോലെ ആൾക്കാരും നോക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ മിററിൽ നോക്കുമ്പോൾ നമ്മൾ പുതിയൊരാളായി പോലെ തോന്നൂലേ നമുക്ക്. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പുറത്തിറങ്ങൂലായിരിക്കും. അവര് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ നോക്കും. അപ്പം നമ്മുടെ ഫേസിൽ 1-2 കുരു വന്നാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ വിസിബിൾ ആയ സ്ഥലത്തൊന്ന് പൊള്ളിയാൽ തന്നെ നമുക്ക് എത്ര ഡിസ്കംഫർട്ട് ആയിരിക്കും. വീട്ടിലേക്കുള്ള ഒരാൾക്ക് ദറ്റ് സെയിം ടൈം ആളുടെ ഹെയർ ഒക്കെ വൈറ്റ് ആവും. ലാഷസ്, ഐബ്രോസ്, തലമുടി, കൈകാലുകളിലെ രോമങ്ങൾ, ഇതൊക്കെ വൈറ്റ് ആവും. എനിക്കിതുവരെ ഐബ്രോസും ഐലാഷസും മാത്രമേ വൈറ്റ് ആവത്തുള്ളൂ. എൻ്റെ ഹെയർ മൊത്തം കളറാണ്. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വരും, അതുകൊണ്ട്. ബട്ട് ലാഷസ് ഒക്കെ എന്ന് വെച്ചാൽ അതും കൂടെ വൈറ്റ് ആയി കഴിഞ്ഞാൽ ബിയേർഡ്, ബോയ്സിനാണെങ്കിൽ തലവരയിൽ വണ്ണമല്ലേ, ചെറിയൊരു പോർഷനേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ ഇത്രയും പോർഷൻ ബ്ലാക്കും ഇവിടെ നിന്നൊരു ഇത്രയും പോർഷൻ വൈറ്റും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ. നമുക്ക് 1-2 നര വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ. അറ്റ് ദ സെയിം ടൈം ഫേസിൻ്റെ ഒരു ഹാഫ് പോർഷനോ അല്ലെങ്കിൽ മുടിയുടെ ഒരു ഹാഫ് പോർഷനോ വൈറ്റ് ആയാൽ. മനസ്സിലായി. അല്ല, എനിക്ക് ഒരു കാര്യം ചോദിക്കണ്ട. ഇപ്പം പറഞ്ഞില്ലേ ഇതുവരെത്തിൽ ഈ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ആൾക്കാരോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൊമെൻറ്റോ? എന്തായാലും നമ്മളിത് ഓവർകം ചെയ്യണമല്ലോ. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്, അതാണ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബിൻസിക്ക് അതെങ്ങനെയാണ് അത് ചെയ്തത്? അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണറാണ്. എൻ്റെ പാർട്ട്ണർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരാളെ പോലെയല്ല എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ പാർട്ട്ണർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കുമോ. ലൈക്ക് ഞങ്ങളുടെ പല കോൺവെർസേഷനിലും ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ബട്ട് ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല നിനക്ക് ഇതുള്ളതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. സോ ഒരു മെയിൻ റീസൺ എൻ്റെ പാർട്ട്ണർ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല എന്നെ ഇവിടെ വരെ ഇരിക്കാനായിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആളുടെ ഒരു സപ്പോർട്ടും ഉണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഇപ്പോൾ വിമൺ കുറേ മെന്നിനെക്കാട്ടിയും കുറച്ചും കൂടി വീക്കാണ് ഇമോഷണലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ എന്നറിയില്ല. ബട്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടി വീക്കാണ്. ഞാൻ ഭയങ്കര ഇമോഷണലി ഇംബാലൻസ്ഡ് ആണ്. ചെറിയ എന്തെങ്കിലും കാര്യം മതി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാനും അറ്റ് ദ സെയിം ടൈം ഡൗൺ ആവാനും അങ്ങനെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ട കരയാനായിട്ട്. ഏത് സിറ്റുവേഷനിൽ ഞാൻ ഫസ്റ്റ് കരയും, അത് കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് അതെങ്ങനെ ആ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ എന്നെ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ബട്ട് ഞാനും ഇൻട്രോവേർട്ടായിരുന്നു. കാരണം ഒരാളെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ഞാനായിരുന്നു. ബട്ട് അതെന്നൊക്കെ ഭയങ്കരമായിട്ട് മാറി ഇപ്പോഴും ഞാൻ ഉണ്ടായത് സെൽഫായിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഫ്യൂച്ചറിൽ ഇത് വരും. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്നെ കൂടെ ഞാൻ ത്രൂ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഉയരത്തിലെത്താൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. കാരണം എനിക്ക് ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയല്ലോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. പിന്നെ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് കൊണ്ട് വേറൊരാളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് ആണ്. യെസ്, അതാണ്. എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ് അതിലോട്ട്? മോനെ അത് പറയുകയാണെങ്കിൽ എൻ്റെ ജോലി ഞാൻ രാജിവെച്ചായിരുന്നു.
ഇത് ആക്ച്വലി വീട്ടിൽ റിവീൽ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ജോലി രാജിവെച്ചാൽ റീസെന്റ് ആണ് അല്ല, ഒരാഴ്ചയായിട്ടുള്ള ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട്. പക്ഷെ രാജിവെച്ചിട്ട് ഒരു 3-4 മാസമായി, 5 മാസമായി തോന്നുന്നു. പറഞ്ഞില്ലായിരുന്നു. അതൊരു വൃത്തികെട്ട ഒരു റീസൺ കൊണ്ടാണ്, പേഴ്സണൽ റീസൺ ആയതുകൊണ്ടും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതെൻ്റെ ഫാമിലിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. കാരണം ഒരു ഇൻകമാണ് അവിടെ പോകുന്നത്. ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് അറിയിച്ചിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ പാർട്ട്ണർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ആള് നമ്മുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ, ഓഫ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നീ വർക്ക് ചെയ്യണ്ട, നമ്മുടെ സെൽഫായിട്ടുള്ളൊരു ഇത് കളഞ്ഞ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. സ്റ്റിൽ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. അപ്പം അതിപ്പോൾ ഫാമിലിക്ക് ഇപ്പോൾ അറിയുള്ളൂ. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഡിപ്രഷനായി. ഇൻ സെൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. പുറത്തിറങ്ങില്ല, എവിടെയും പോകാനില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഈവനിങ് ആകുമ്പോൾ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു. പിന്നെ ഫുഡ് കഴിക്കാണ്ടായി. ഭയങ്കര ഡിപ്രഷൻ, ലോൺലി ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് 2 പേര്. എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സാണുള്ളത്. അപ്പോൾ അവർ 2 പേരും എൻ്റെ പാർട്ട്ണറും ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഭയങ്കരമായിട്ട്. എന്തെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യ് അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടു. അപ്പോൾ ആ വീഡിയോന് നല്ല റീച്ച് പോയി. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാതെ അത്ര റീച്ച് പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അത് ഞാനൊന്നും പറയുന്നില്ല കാര്യമായിട്ട്. പണ്ടൊക്കെ കേട്ടിട്ടുള്ളൊരു കഥകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനത് പറയുന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു തുടക്കം കിട്ടി. പിന്നെ എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും, കണ്ടന്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ വരാം പോവാം. അങ്ങനെ പുള്ളിക്കാരനാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി കോണ്ടന്റ്സ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ ഞാൻ പറയുന്ന വീഡിയോസിൽ കുറേയൊക്കെ എൻ്റേതായ തോട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് കോമെന്റിൽ എനിക്ക് മോസ്റ്റ്ലി കിട്ടിയിട്ടുള്ള ലെനയുടെ പോലെ ഉണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. ഉണ്ടോ? എനിക്കറിയില്ല, എൻ്റെ കമന്റ്സ് മൊത്തം അതാണ്. ലെനയുടെ വോയിസും ലെനയുടെ സൗണ്ടും പിന്നെ ലെനയുടെ ചിന്താഗതിയാണെന്നൊക്കെ പറയും. ദ സെയിം ടൈം ഞാൻ കഞ്ചാവാണെന്നും പറയുന്നുണ്ട്. കാരണം എന്റെ തോട്ടൊക്കെ അങ്ങനെയാണ്. എന്ത് സാധനം അടിച്ചിട്ട് വന്നിരിക്കണേ എന്നൊക്കെ ചോദിക്കും എന്നോട്. പക്ഷെ പിന്നെ എന്റെ സംസാര രീതിയും ചില സമയത്ത് അങ്ങനെയാന്ന് തോന്നുന്നു. ഞാൻ എന്താ അടിച്ചിട്ടൊക്കെ ഇരിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഒരു ബുക്ക് ഇറക്കണ സമയത്ത് എന്റെ ഏകദേശം അതുപോലത്തെ ചിന്താഗതികളാണ്. പക്ഷെ അത് ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് വരുന്നതാണ്. വേറെ നമ്മൾ ആർട്ടിഫിഷ്യലി ഒന്നും ചെയ്യണില്ല. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ആ ഒരു തോട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിടുന്നത്. പിന്നെ ഞാൻ വെറുതെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസിനെക്കാട്ടിയും ഞാൻ തീരെ എഫേർട്ട് ഇല്ലാണ്ട് ചെയ്ത വീഡിയോസിന് എൻ്റെ റീച്ച് പോകുള്ളൂ. വെറുതെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ട് നല്ല ഭംഗിയിൽ ഇതൊക്കെ ചെയ്യാന്നൊക്കെ നോക്കിയാൽ ആൾക്കാർക്ക് അത് വേണ്ട. ഈ മോഡലിംഗിൽ വന്നപ്പോൾ ഈ സ്കിൻ കണ്ടീഷൻ എങ്ങനെയാ, നമുക്ക് കോൺഫിഡൻസ് കുറച്ചോ ആദ്യം? ഞാൻ ആദ്യമൊക്കെ മോഡലിംഗ് പോയപ്പോൾ ഞാൻ റൺവേ മോഡലായിരുന്നു, പിന്നെ മാഗസിൻ മോഡൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. മോഡലിംഗ് തന്നെ കുറെ കാറ്റഗറീസ്. റൺവേ മോഡൽ റാമ്പ് ചെയ്യുന്ന മോഡലാണ്. അപ്പം ആദ്യമൊക്കെ ഞാൻ ഫുള്ള് കവേർഡായിട്ട് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നുവെച്ചാൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എക്സ്പോസ് ചെയ്യാനായിട്ട്, ആൾക്കാർ കാണിക്കാനൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് ഞാൻ അത് കാണിക്കാതൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് റാംഷൊക്കെ. മോസ്റ്റ് ഓഫ് ദി റാംസ് അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അത് റിവീൽ ചെയ്ത് റാമ്പ് ചെയ്യാമെന്നൊക്കെ എനിക്ക് ആഗ്രഹം വന്നു. അപ്പോൾ നമ്മളുടെ ഷോസിൻ്റെ ഷോ ഡയറക്ടർ, കോസ്റ്റ്യൂമർ, അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവരുടെ മോഡൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ളൊരു മോഡലാണ് ഈ കോസ്റ്റ്യൂം ഇട്ട് ആ കോസ്റ്റ്യൂമിനെയാണ് നമ്മൾ അവിടെ ആ റൺവേയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, മോഡലിനെ അല്ല. അപ്പോൾ ആ ഡിസൈനർ ഷോസും അല്ലാണ്ടുള്ള ഷോസിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് തീരെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല.
പിന്നെ അത് മാത്രമല്ല പല ഷോസിൽ നിന്നും പല ഷോ ഡയറക്ടേഴ്സ്, അതിൽ ഇൻ്റർനാഷണൽ ഷോ ഡയറക്ടർ വരെ ഉൾപ്പെടുന്ന ആളുകളുണ്ട് മാറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അതും എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ട്. അതിന് 1-2 റീസൺസ്. ഒന്ന് വിറ്റ്ലിഗോ ഉള്ളതാണ്, പിന്നെ അവരുടെ കണ്ടീഷൻസിന് നമ്മൾ ഓക്കെ അല്ലാത്തത്. സോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്, മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ. അത് 1-2 ആൾക്കാരൊന്നുമല്ല, ഓൾമോസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ സെയിം ടൈം ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെയിലാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ. ഒന്ന്, നമ്മുടെ കേരളത്തിൽ മോഡലിംഗ് കമ്പനീസ് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെയിലിന് ശരിക്കും പറഞ്ഞാൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് പേ കിട്ടേണ്ടത്, പേയ്മെൻറ്റ് കിട്ടി ചെയ്യേണ്ടത് മോഡൽസിനാണ് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. ബട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ മോഡൽസ് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് റാമ്പിൽ ഇറങ്ങുന്നത്. കുറേ ചീപ്പ് ഷോസ് ഇറങ്ങുന്നുണ്ട്. ഇൻ ദ സെൻസ് ഒരു മെയിൽ മോഡൽ ഒരു 5 രൂപ 5K ഒരു 10K ഒക്കെ കൊടുത്തിട്ടാണ് റൺവേയിൽ ഇറങ്ങുക. അപ്പോൾ അവർക്ക് ആകെ കിട്ടുന്നത്, അതായത് മോഡലിംഗ് സ്വപ്നമായിട്ട് കണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്, മെയിലും ഫീമെയിലും ഉണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. എനിബഡി ക്യാൻ ബി എ മോഡൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മോഡലിങ്ങിന് വേണ്ടി ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് ഇത്രയും സ്കിന്നും അവരുടെ ബോഡിയും ഒക്കെ മാനേജ് ചെയ്ത് വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതൊരു പ്രൊഫഷനാക്കി എടുക്കുന്നവരുണ്ട്. അറ്റ് ദ സെയിം ടൈം പാഷൻ ഫോളോ ചെയ്ത് വരുന്നവരുണ്ട്. ഇങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ പറ്റിക്കപ്പെടാൻ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. അതിന് ആകെ അവർക്ക് കിട്ടുക ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഏതെങ്കിലും അവർക്ക് മാച്ച് ചെയ്യാത്തൊരു കോസ്റ്റ്യൂം ആയിരിക്കാം. കോസ്റ്റ്യൂം, മേക്കപ്പ്, ഗ്രൂമിങ്, അതിന് വേണ്ടിയിട്ട് പിന്നെ റൺവേ വോക്ക്, അതിൻ്റെ 2 ഫോട്ടോ കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര പേ ചെയ്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിലെൻ്റെ പിന്നിൽ വലിയൊരു സ്കാം തന്നെ നടക്കുന്നുണ്ട്. പീപ്പിൾ ഡോണ്ട് നോ, അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നല്ലൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചുമ്മാ അങ്ങ് വന്ന് പോവാ. ആക്ച്വലി ഇപ്പോൾ കുറേ വർക്ക്ഷോപ്പ്, അതായത് മോഡലിംഗ് വർക്ക്ഷോപ്പ് ചെയ്യാൻ പറ്റും. അവർ കറക്റ്റ് ക്ലാസ്സസ് ഒക്കെ കൊടുത്ത്, അതായത് എങ്ങനെ വോക്ക് ചെയ്യണം, എങ്ങനെ പോസ് ചെയ്യണം, ഹീൽസ് ഇട്ടിട്ട് എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ സക്സസ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്കൊരു ഇത് കിട്ടും, നമുക്ക് വർക്കൗട്ട് ആവുമോ, ഇത് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഈ റൺവേ അല്ല, മാഗസിൻ ഉണ്ട്, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ഏതിലാണ് നമ്മൾക്ക് നമ്മുടെ കരിയർ ഉള്ളതെന്ന് ഇങ്ങനെ ഗ്രൂമിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താലാണ് മനസ്സിലാവുക. ഇപ്പോൾ ഒരു 5 അടിയുള്ള ഒരാൾക്ക് റൺവേ മോഡൽ ആവാൻ പറ്റില്ല. അതിനൊരു ബേസിക് ഹൈറ്റ് ഉണ്ട്. മെയിലിനൊരു ഹൈറ്റ് ഉണ്ട്, ഫീമെയിലിനൊരു ഹൈറ്റ് ഉണ്ട്. പ്ലസ് ഫീമെയിൽസ് ഹീൽസ് ഇടും 5-നേക്കാൾ മേലെ, 5 or 6 ഒക്കെ ഹീൽസ് ഒക്കെ ഇട്ടിട്ടാണ്, അതും പോയിന്റ് ഹീൽസ് ഒക്കെ ഇട്ടിട്ടാണ് റൺവേയിൽ പോവുക. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാണ്ട് കുറച്ച് പേയ്മെൻറ്റ് കൊടുത്താൽ അവർക്ക് റൺവേ കയറാം. അതാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്കാമൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീല് കാണുമ്പോഴേ അതിൽ കമന്റ്സ് കൂടുതലും മലയാളം അറിയാമോ, ഇതെങ്ങനെ മലയാളം പഠിച്ചു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഫോറിനർ ആണെന്ന രീതിയിലാണ് ആൾക്കാർ കമന്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ബിൻസി സ്കാം ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല, എന്നെ ചെയ്തോ. ഞാനിപ്പോൾ ട്രിവാൻഡ്രം വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഓട്ടോക്കാരുടെ അടുത്ത് പോയത്. എനിക്കിവിടെ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടെയുള്ള ഫ്രണ്ട്സിനോട് ഞാൻ എൻക്വയറി ഇട്ടായിരുന്നു, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വർക്കിൽ ബിസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഓട്ടോ എടുത്തോളാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരോട് ആദ്യം തന്നെ പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞുറപ്പിക്കണം. കാരണം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഫോറിനറാന്ന് വിചാരിച്ചിട്ട്, കാരണം ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഫോറിനേഴ്സ് വരുന്നുണ്ടല്ലോ, അവർ പൈസ കയറ്റി പറയുന്നവർ. ഞാൻ വന്ന് ഇറങ്ങിയപാട് തന്നെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്തൊരു എമൗണ്ട് പറഞ്ഞു. ഞാൻ ആകെ അതിനുള്ള ദൂരം ഇല്ല. ഞാൻ ഉബറിൽ നോക്കിയപ്പോൾ അപ്പം എനിക്ക് ആൾ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഉബറിലും കൂടെ എമൗണ്ട് നോക്കിയപ്പോൾ ഭയങ്കര കുറവാണ്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇതെന്താ ഇത്രയും പൈസ പറയണേ, ഞാൻ മലയാളിയാണ്, അടുത്തുനിന്നാണ് വരണേ, ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്നതാണ്. ആള് സമ്മതിക്കണില്ല. എന്നിട്ട് ഞാൻ വേറെ ഓട്ടോക്കാരൻ്റെ അടുത്ത് പോയി.
എന്നിട്ട് ആ ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ലൊക്കേഷനിലോട്ട് പോയത്. എന്നെ കാണുമ്പോൾ ഒരു റിച്ച് ലുക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നേരിട്ട് വരുമ്പോൾ സഹായ അഭ്യർത്ഥനയൊക്കെ ആയിട്ടൊക്കെ വരും. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ വിചാരിക്കുമല്ലേ ആൾക്കാർ? എന്നെ കണ്ട റിച്ച് ലുക്ക് ഇല്ലേ? ലുക്ക് മാത്രമേ ഉള്ളൂ. ബിൻസി പിന്നെ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് 5 സിനിമയിൽ അഭിനയിച്ചല്ലേ? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, എങ്ങനെയാ ഫസ്റ്റ് സിനിമയിലെ ഓപ്പർച്യൂണിറ്റി വന്നത്? അങ്ങോട്ട് പോയിട്ടാണോ അതോ ഇങ്ങോട്ട് വന്നതാണോ? എങ്ങനെയായിരുന്നു? ഞാൻ ഓൾറെഡി ഫസ്റ്റത്തെ എൻ്റെ പടം ജനഗണമനയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കാസ്റ്റിംഗ് ഏജൻസിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ പ്രൊഫൈല് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹൈറ്റൊക്കെ കണ്ടിട്ടാണ് ജനഗണമനയിലേക്ക് എന്നെ വിളിക്കുന്നത്. ഞാനതിൽ പൃഥ്വിരാജിൻ്റെ കൂടെയുള്ളൊരു പോലീസാണ്, കർണാടക പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്കതിൽ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അങ്ങനത്തെ ഒരു റോളാണ്. കാരണം എനിക്ക് ഡയലോഗ് ഒന്നുമില്ല. ബട്ട് ഇത് പൃഥ്വിരാജ്, ഇത് ഞാൻ, അങ്ങനെയാണ് നിൽക്കണത്. അപ്പം അതിലെനിക്ക് ജനഗണമനയിലാണ് എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആളുടെ തൊട്ടടുത്ത് നിന്നാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് വരുന്നത്. ബട്ട് ദ സെയിം ടൈം അതിനകത്ത് ഞാൻ പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ കളറുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ മുഖവും കഴുത്തും കൈയും ഒക്കെ പെയിൻ്റ് അടിച്ച് എന്നെ കറുപ്പിച്ച് കൂട്ടപ്പിയാക്കിയാണ് അതിനകത്ത് നിർത്തിയിട്ടുള്ളത്. അപ്പം എന്നെ പോസ് ചെയ്താലും എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാനാണ് നിൽക്കണേന്നുള്ളത്, മനസ്സിലാവില്ല. കാരണം കളർ ഒരു പ്രശ്നമായതുകൊണ്ട്. പിന്നെ കർണാടകയിലായാലും ഇത്രയും വെളുത്ത പോലീസ് ഉണ്ടാവില്ലല്ലോ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഫോറിനർ ലുക്ക് ഫോറിനർ ലുക്ക്, ആ ഒരു ലുക്ക് മാറ്റാനാണ് എനിക്ക് അത് പറ്റുള്ളൂ. സിനിമയിൽ ഫോറിനർ അങ്ങനത്തെ വേഷം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ധ്യാൻ ശ്രീനിവാസന്റെ പേരായിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു റഷ്യൻ ക്യാരക്ടറാണ്. അച്ഛനൊരു വാഴ വെച്ചു. യൂട്യൂബിലുണ്ട് പടം, കണ്ടു നോക്കാം. അത് സെക്കൻഡ് മൂവി അല്ല, അത് തേർഡ് മൂവി കണ്ടാണ് ഇത്. അതിന് മുമ്പ് ഞാൻ വാനവൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അതൊരു തമിഴ് മൂവിയാണ്. ഞാൻ യോഗി ബാബുവിന്റെ പേരാണ്. പടം ഇറങ്ങിയിട്ടില്ല, വെയിറ്റിംഗ് ആണ് സ്റ്റിൽ. അപ്പോൾ അത് ഒരെണ്ണം തമിഴാണ്, സെക്കൻഡ് ഇങ്ങോട്ട് വന്നതാണോ ഓപ്പർച്യൂണിറ്റി? ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് ഇതുവരെ ഒന്നിനും അപ്രോച്ച് ചെയ്തിട്ടില്ല. പ്രൊഫൈല് കണ്ടിട്ട്, കാരണം സിനിമ എൻ്റെ പാഷൻ അല്ല ശരിക്കും. ബട്ട് ട്രൈ ഔട്ട് ചെയ്യാണ്ട് ഇരുന്നിട്ടില്ല. എനിക്ക് എവിടെയാണ് എനിക്ക് പച്ച പിടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഒരു കൈ വെച്ചിട്ടുണ്ട്. പക്ഷെ ഏതാ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന കൂടുതൽ മോഡലിംഗ് ആണ്. അത് തന്നെയാണ്. അപ്പം അത് തന്നെയാണ് അതിൽ കിട്ടുന്ന ഒരു ത്രില്ലോ ഇതൊന്നും വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഈവൻ ഐ ഡു വീഡിയോ പ്രസൻറ്റേഷൻ. അപ്പോൾ കോണ്ടന്റ്സ് നമുക്ക് തന്നിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും ഓരോ കമ്പനീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി എനിക്ക് വലിയ ഇതില്ല. ഐ മീൻ എനിക്കത്ര നല്ല ത്രില്ലോ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തരാം. കാരണം ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് പോസ് കൊടുക്കുമ്പോൾ ക്ലിക്ക് വരുമ്പോൾ ആ സൗണ്ട്, ഇപ്പോൾ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് കേൾക്കുമ്പോഴുള്ള ഒരു ആഹ്ലാദോ എന്താ പറയുക, അതിനെ ഇങ്ങനെ ഒരു സാധനം വരുമല്ലോ നമുക്ക് തിരിച്ച്. ആ സാധനം എനിക്ക് വേറെ ഒന്നിനും ഒന്നും കിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആ പോസ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഗ്ലോറിഫൈ ഫീല്, അങ്ങനെ എന്തൊക്കെ പറയാം, ഗ്ലോറി. മനസ്സിലായി. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ഡൊമൈൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള സാധനം ഏതായിരിക്കും? മീൻസ് അച്ചീവ് ചെയ്തതിൽ ഇതുവരെ നോക്കുമ്പോഴത്തേക്കും? മോഡലിംഗ് ആണോ, സിനിമയാണോ? അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതിലിപ്പം പെട്ടെന്ന് റീകളക്ട് ചെയ്യുമ്പം ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും പ്രൗഡായിട്ട് തോന്നി അത് ചെയ്തല്ലോ? എനിക്ക് ഏറ്റവും പ്രൗഡായത് ഞാൻ 2024 കേരള ബ്യൂട്ടി ഐക്കൺ ടൈറ്റിൽ വിന്നർ ആയതാണ് മോസ്റ്റ് പ്രൗഡ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ബിക്കോസ് അത് നല്ലൊരു കോമ്പറ്റീഷനായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പജന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിസ്സസ് കേരള ചെയ്തായിരുന്നു 2023. ബട്ട് അതിൽ ഞാൻ ഫൈനലിസ്റ്റ് വരെ വന്നുള്ളൂ. ബട്ട് ആ ഷോയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഷോ ആയിട്ട് എൻ്റെ സ്കിന്ന് റിവീൽ ചെയ്ത് ഇറങ്ങുന്നത് റാമ്പിൽ. അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. കാരണം നമ്മളൊരു പെജന്റ് ഷോ ആണ്, ഡിസൈനർ ഷോ അല്ലല്ലോ. സോ നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇടാം. ഞാൻ അവരോട് ഇൻഫോം ചെയ്തിരുന്നു. ആൻഡ് അവർക്കത് ഓക്കെയാണ്, എനിക്കും ഓക്കെയാണ്.
അങ്ങനെ ഞാൻ ആ ഷോയിൽ ഇറങ്ങി. ബട്ട് ഫോർച്യുനേറ്റ്ലി അത് ഫൈനൽ 5-ലെത്തിയുള്ളൂ. ദെൻ ആഫ്റ്റർ പിന്നെ ഞാൻ വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു. 2024 ഈ ഒരു ഇതിന് വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂലേ ലാസ്റ്റ്? അതിൽ അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് ട്രാൻസ്ജെൻഡേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മിസ്റ്റർ ബിഗ് ബോസ് ഫ്രെയിം അഭിഷേകും പിന്നെ വേറെ 2 ജഡ്ജസ് ആയിരുന്നു. അപ്പം അവർ ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ജെൻഡർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അങ്ങനെ അഭിപ്രായം എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. സോ എനിക്ക് കുറച്ച് മോഡലിങ്ങിൽ ഉള്ളവരെയും അല്ലാണ്ടുള്ളവരെയും എനിക്കറിയാം. എനിക്കതൊരു വലിയ പ്രശ്നമായിട്ടോ അവരെ മാറ്റി നിർത്താന്നുള്ളത്, എനിക്ക് അവരുടെ നിന്ന് ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവരൊക്കെ ഹ്യൂമനായിട്ട് കാണാനാണ്. ഐ സപ്പോർട്ട് LGBTQ+. അപ്പോൾ എനിക്കതത്ര ഒരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സോ ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ആൻസർ ചെയ്തു. അതിലവർ ഇംപ്രസ് ആയിട്ടുണ്ടാവും തോന്നുന്നു. അല്ല, എനിക്കും പണ്ട് അറിഞ്ഞൂടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള സാധനം. ഞാൻ വേറെ ജസ്റ്റ് വോക്ക് മാത്രം. പിന്നെ എപ്പോഴാണ് ഇത് കണ്ടത്? ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ TV-ൽ എപ്പോഴാണ് കണ്ടത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതിനകത്ത് 3-4 റൗണ്ടുകളുണ്ട്. ഫസ്റ്റ് ഒരു ട്രഡീഷണൽ റൗണ്ട് വരും. സെക്കൻഡ് ഒരു ഗൗൺ റൗണ്ട്, കോക്ടെയിൽ റൗണ്ട് വരും. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് നടക്കണമെങ്കിൽ കേരള ട്രഡീഷണൽ. അപ്പോൾ നമ്മൾ ഈ കസവ് സെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമ്മളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് റൗണ്ട് വരുന്നത്, അതായത് ഞാൻ മിസ്സസ് കേരളയുടെ കാര്യം പറയണം കേട്ടോ. മിസ്സസ് കേരള ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പെഗാസുസ് ആയിരുന്നു ആ ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേ മെറിഡിയനിലായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. അതിൽ സെക്കൻഡ് റൗണ്ട് കോക്ടെയിൽ റൗണ്ടാണ്. അതിൽ അവർ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു ജഡ്ജിനെ പിക്ക് ചെയ്യാം, ഇങ്ങനെ ലോട്ട് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ജഡ്ജായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർ ചോദിക്കും. അപ്പം നമ്മൾ ഒരു ടൈമുണ്ട്, ആ ടൈമിനുള്ള ക്വസ്റ്റ്യന് ആൻസർ പറയണം. അതാണ് സെക്കൻഡ് റൗണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടിൽ പിന്നെ ആരാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഉള്ളതെന്ന്, അപ്പോൾ അവർ മാത്രമേ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുള്ളൂ. നെക്സ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ തരും, ടേബിളും തരും, നമ്മൾ എഴുതണം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. ബട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ട. ആ ടൈം കഴിയുന്നതിന് മുമ്പ് എഴുതി തീർക്കണം. മലയാളത്തിൽ എഴുതണം. മലയാളം ഇംഗ്ലീഷോ നമുക്ക് ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ എഴുതി തീർക്കണം. എന്നിട്ട് ആങ്കർ ആണത്, നമ്മൾ വായിക്കും. ആങ്കർ നമ്മളുടെ അടുത്ത് നിന്ന് നമ്മൾ കറക്റ്റ് അത് തന്നെയാണോ വായിക്കണേ, ലാസ്റ്റ് ആ നന്ദിയുണ്ടോ എന്ന് വരെ. നമ്മൾ താങ്ക് യു എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ താങ്ക് യു പറയാൻ പറ്റുള്ളൂ, വായിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ മൈക്കില്. ഇതിന് ആക്ച്വലി നല്ല പ്രിപ്പറേഷൻസ് ഉണ്ട്, നല്ല പ്രിപ്പറേഷൻ ഉണ്ട്. ഈ ഒരു ക്രൗൺ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്നില്ല, നല്ല പാടാ. അപ്പം സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത തേർഡ് റൗണ്ട് വരുമ്പോഴത്തേക്കും പിന്നെ പെൻ ആൻഡ് ഡൗൺ റൈറ്റ് ചെയ്യാം. അല്ല, അതാണ് ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമ്മൾ അതിന് ടൈമിനും ബസർ വരുന്നതിന് മുന്നേ ആൻസർ ചെയ്യാന്നുള്ളതാണ്. തേർഡ് റൗണ്ടാണ് പെൻ ആൻഡ് ഡൗൺ, നമ്മൾ എഴുതാന്നുള്ളത്. അതിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളവരാണ് നെക്സ്റ്റ് റൗണ്ടിൽ പോവാം. അതിലൊരു 5 പേരുണ്ടാവും. ആ 5 പേരിൽ നിന്നാണ് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, ടൈറ്റിൽ വിന്നർ. കുറച്ച് പാടുള്ള പണിയാണ്. പിന്നെ ഹീലിന്റെ മേലെ കയറി നടക്കുന്നത് അതിലും പാടുള്ള പണിയാണ്. അതായത് 5-6 ഇഞ്ച് ഹീലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഫിംഗർമേ ആയിരിക്കും നിൽക്കുക, ബാക്കി ഫുൾ ആ ഹീലുമേ ആയിരിക്കും സപ്പോർട്ട്. നല്ല പെയിൻ ആയിരിക്കും. ലോഡ് മൊത്തം ഫിംഗറിലാണ്. നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം നമ്മൾ അതിലാണ് താങ്ങുന്നത്. അല്ല, മോഡലിംഗ് ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? ഐ മീൻ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ടാവും. ഇപ്പൊ മാഗസിൻ മോഡൽ എന്ന് പറഞ്ഞാൽ മാഗസിനിൽ പ്രിന്റ് ആയി വരുന്നത്. അഡ്വർടൈസ് മോഡൽ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. റാമ്പ് വാക്കിനൊക്കെ ഇപ്പൊ ഹൈ ഹീൽസ് ഇട്ടാലേ പറ്റൂ എന്നുള്ളതുണ്ട്, നിർബന്ധമാണ്. അല്ല, അതുപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആൾക്കാർ ചിലർ പട്ടിണി കിടക്കുന്ന സംഭവമൊക്കെ പറയാറുണ്ട്. പലരും കുഴഞ്ഞിടുന്നൊക്കെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. സ്റ്റാർ ചെയ്ത് കഴിച്ചിട്ട് ഛർദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ആ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് ഭയങ്കര കുറവാണ്. കാരണം ഇവിടെ സ്കാമാണ് കൂടുതൽ. അല്ലാണ്ട് ഒരു മോഡൽ ആ മോഡലിൻ്റെ ഫിറ്റ്നസ്സിൽ ഇരിക്കണം എന്നല്ല.
ബട്ട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. എനിക്കറിയാവുന്ന, ഞാൻ അവരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ എനിക്ക് റാമ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലും തല വെച്ചിട്ടുണ്ട്. ഈ സ്കാമേഴ്സ് ആണ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ എനിക്കത് പറ്റും, ബട്ട് ബിഗിനിങ് സ്റ്റേജിൽ എനിക്കത് പറ്റിയിട്ടില്ല. അല്ല, പുതിയതായിട്ട് ഒരാൾ വരികയാണ്, ഇപ്പൊ മോഡലിലോട്ട് വരികയാണ്, അവർക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ഒരു സ്കാമർ ആണോ? ഇതിനെപ്പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ട് തന്നെ വരണം, അല്ലാണ്ടൊന്നും ഐഡിയ ഇല്ല. നന്നായിട്ട് പഠിക്കും. ഏജൻസി എന്നല്ല, ഇപ്പൊ മോഡൽ എന്ന് പറഞ്ഞാൽ അത് അവർക്കാണ് പേയ്മെന്റ് കിട്ടേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പാജന്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് വരും. ദേ ആർ പ്രൊവൈഡിങ് സംതിങ് എന്ന് വെച്ചാൽ അവർക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരൊരു ചെറിയ എമൗണ്ട് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, അത് റീസണബിൾ ആണ് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതിന്. ചുമ്മാ ഒരു ദിവസം വന്ന് വോക്ക് ചെയ്യാൻ പഠിപ്പിച്ച് അന്ന് നൈറ്റ് തന്നെ വോക്കും ചെയ്തു വരുന്നതിന് ആ മോഡലിംഗ് കമ്പനീസിൽ ആക്ച്വലി മോഡലിംഗ് കമ്പനീസ് അല്ല വേണ്ടേ, മോഡലിംഗ് ഏജൻസീസ്, കാസ്റ്റിംഗ് ഏജൻസീസ് എന്നൊക്കെ പറയുന്നല്ലേ, അല്ലാണ്ട് കാസ്റ്റിംഗ് കമ്പനി അല്ല, ഏജൻസീസ് ആണ് വേണ്ടത്. ഏജൻസീസിന് ത്രൂ ആണ് ഒരു മോഡലിൻ്റെ പ്രൊഫൈല് ഒരു വർക്ക് വന്നു, അവർക്ക് അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഏജൻസീസ് ആണ് അയച്ചു കൊടുക്കുക, ബ്രാൻഡുമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവർ ഓക്കെ ആണോ, അപ്പോൾ ആ എൻക്വയറി വന്ന ബ്രാൻഡിനായിരിക്കും നമ്മൾ ഈ മോഡലിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ ഈ മോഡലിന് ഇത്രയാണ് പേ വരുന്നത്. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ത്രൂ ആണ് കാര്യങ്ങൾ പോകേണ്ടത്, അങ്ങനെ ത്രൂ ആണ് കാര്യങ്ങൾ പോകേണ്ടത്. ബട്ട് നമ്മളിവിടെ അങ്ങനെയൊന്നല്ല പോണത്, സിസ്റ്റം മൊത്തം ഡിഫറെന്റ് ആണ്. ഇവിടെ കുറെ കമ്പനീസ് ആണ്, മോഡലിംഗ് കമ്പനീസ്. അവര് മോഡൽസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു, റാമ്പിൽ ഒരു കോസ്റ്റ്യൂം കൊടുക്കുന്നു, റാമ്പ് ഇറക്കുന്നു, 2 ഫോട്ടോ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ല ശരിക്കും നടക്കേണ്ടത്. മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് വേറെ ഡൗട്ട് ഉള്ളത്, ഇപ്പം ഈ മോഡലിങ്ങിന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ കോസ്റ്റ്യൂം തരുമല്ലോ, ഈ കോസ്റ്റ്യൂം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? അത് ഇത് കഴിയുമ്പോൾ അല്ല, എന്റെ ഡൗട്ടാണ്. ഒന്നും കിട്ടില്ല, ഇല്ല, നമ്മളിത് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. ബട്ട് വെരി റയർലി കൊടുക്കുന്നവരുണ്ട് ചില ഡിസൈനേഴ്സ്. കാരണം അവർക്കത് റീയൂസ് അല്ല എന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവരുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്തു. എനിക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് കിട്ടി നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം ലെഹങ്കയൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ റാമ്പിൽ ഇടുന്നു, അത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുന്നു. ദേ ആർ ഷോക്കേസിങ് ദെയർ ബ്രാൻഡ്, അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബട്ട് അതല്ല എന്നുള്ളത് ചില ലൈക്ക് ഇപ്പോൾ ചെറിയ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ലൈക്ക് മാക്സ് ഒക്കെ ആണെങ്കിലോ, അങ്ങനെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ചിലർ അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുമുണ്ട്. അവർ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽസ് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള ഓപ്ഷൻ വെക്കാറുണ്ട്. അതിലും ചില മോഡൽസ് എടുക്കുള്ളൂ, എല്ലാവരും ഒന്നും എടുക്കാറില്ല. കാരണം ഓൾറെഡി ഇത് പബ്ലിക്കായ ഒരു സാധനമാണ്. കാരണം വേറൊരാളിട്ട് കാണുമ്പോൾ ഇത് ഓൾറെഡി ഇതിൽ വന്ന സാധനമല്ലേ. ഇപ്പം അങ്ങനെ വെച്ച് നോക്കാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മുടെ സ്റ്റുഡിയോ ആണെങ്കിൽ ഒരാൾ നമ്മളൊരു ടീഷർട്ട് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 100 പേര് ആ സെയിം ടീഷർട്ട് ഇട്ടുണ്ടാവും. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളത് ഇത് തന്നെ, ഈ ഫാഷൻ ഷോയിലൊക്കെ നമ്മൾ കാണുമ്പോഴേ ചില ഡ്രസ്സുകൾ ഇടും, പക്ഷെ അത് പുറത്തെന്തായാലും എനിക്ക് തോന്നുന്നില്ല ആരും ഇട്ടുകൊണ്ട് നടക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെയിലി വിയർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റുന്ന ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നോക്കും. എക്സ്പെരിമെന്റൽ അങ്ങനെ കുറെ സാധനങ്ങളില്ലേ, അതായത് ചിലപ്പോ ഇങ്ങനെ നിൽക്കും ഇവിടുന്ന്. അവരൊക്കെ ഈ കോമൺ മാനിന് വേണ്ടിട്ട് അവരല്ല ഞാൻ പ്രോപ്പർ ഫാഷൻ ഷോയിൽ തന്നെ ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ കാണാറില്ല. റീലൊക്കെ കാണും ഇങ്ങനത്തെ കുറെ ഡ്രസ്സുകൾ. അപ്പം അത് എന്തിനാണ്, അത് എന്തെങ്കിലും ആർട്ടായിട്ട് ചെയ്യണതാണോ? ആക്ച്വലി ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് വെച്ചേക്കുന്നത് തന്നെ ഒരാളുടെ കലയെ മൊത്തം പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഇമാജിനേഷൻസും അവരുടെ ക്രിയേറ്റിവിറ്റിയും ആണ്. ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ഇപ്പോൾ ഷർട്ട് എൻ്റെ ഈ ടോപ്പ് വേറെ ഈ ഉടുപ്പ് വേറെ, നിങ്ങളും സെയിം ടൈം ഇതൊരു പെയറായിട്ടല്ല വാങ്ങിച്ചേക്കുന്നത്. അത് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നതാണ്. കിഡ്സിനാണ് ചിലപ്പോൾ ട്രൗസറും ഐ മീൻ ഷോർട്ട്സും ബനിയനും ഒരു ഇതായിട്ട് കിട്ടുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കോട്ട് സെറ്റ് ആണ്. നമ്മൾ പെയർ ചെയ്യുന്ന ഏത് ഡ്രസ്സായാലും
ടീഷർട്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന ആക്സസറീസ് ലൈക്ക് കമ്മലോ വാച്ചോ ഗ്ലാസ് ഷൂസ്, ഇതൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ബാക്കിയുള്ള ഒരാളെ കണ്ടാണ് ചെയ്യുന്നത് അല്ലേ. ദ സെയിം ടൈം ആ ഒരു മെത്തേഡ് തന്നെ അവർ യൂസ് ചെയ്യുന്നത്. ഇവർക്ക് ഇത് ഭയങ്കര സിമിലർ ആയി കഴിഞ്ഞു. പണ്ടൊക്കെ ഏറ്റവും പണ്ടായിരുന്നു ബാഗി ജീൻസ് ഉണ്ടായിരുന്നത്, ലൂസ് സാധനം, ലൂസ് ഫിറ്റ് ആയിട്ടുള്ളവരുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കിൻ ഫിറ്റിലോട്ട് വന്നു. ദ സെയിം ടൈം ഇപ്പോൾ പിന്നെയും ബാഗി പോയി, ആ ഒരു സ്റ്റൈലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരും ചെയ്ത് പുതിയ പുതിയ കളക്ഷൻസ് ഇറക്കുക. ഇതൊക്കെ നമ്മൾ ആദ്യം ഈ സിനിമയിലായിരുന്നു നമ്മുടെ സ്ലീവ്ലെസ് ഒക്കെ പാട്ട് സീനിലോ അല്ലെങ്കിൽ ഷോർട്സ്, നടിമാർ ഷോർട്സൊക്കെ എൻ്റെ ചെറുപ്പം പറയണം കേട്ടോ, കേരളത്തിൽ അതത്ര പോപ്പുലർ ആയിരുന്നില്ല. ബട്ട് ഇപ്പോൾ കൊച്ചിയിലൊന്ന് നോക്കി അത് ഭയങ്കര നോർമൽ സാധനമാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ആർക്കും അതത്ര പ്രശ്നമില്ല. ബട്ട് സെയിം ടൈം നമ്മുടെ വേറെ ഏതെങ്കിലും നാട്ടിലൊരു ഗ്രാമത്തിൽ പോയിട്ട് ഇതിട്ട് നോക്കി ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നുള്ളൂ. അവരുടെ ഐഡന്റിറ്റി, അവരൊരു ക്രിയേറ്റീവായിട്ടൊരു സാധനം ഇറക്കുന്നു. ഇതുകൊണ്ട് ഇതിൽ ഇവരുടേത് എവിടെയെങ്കിലും റീച്ച് ആയിക്കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ലെവലിൽ റീച്ച് ആയിക്കഴിഞ്ഞാൽ, ഗാല ഒക്കെ ഇല്ലേ, ആ ലെവലിലേക്കൊക്കെ അവരുടെ ഇത് പൊക്കി കൊണ്ടുപോകാമല്ലോ. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായി വരുന്നവരാണ് ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോണേ. നമ്മുടെ മലയാളീസിൽ തന്നെ എത്ര പേരുണ്ട് പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ. അല്ല, ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇന്റർനാഷണൽ ഇതിൽ തന്നെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാ ഓരോരുത്തരുടെ ഐഡിയാസ് പുറത്ത് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ തന്നെ റീസെന്റ് ഒരു പയ്യന്റെ ഒരു വീഡിയോ അല്ലേ, ബാലൻസ് ചെയ്തിട്ടുള്ളത് കുറെ ഡ്രസ് ഭയങ്കര ഫേമസ് ഭയങ്കര കണ്ടില്ലേ അത് ഒരു ദിവസത്തിൽ എത്ര കണ്ട് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ കയറിയായിരുന്നു ആളുടെ പേജിൽ. അത് കുറെ പേര് ഇവിടെ അതിനെ കുറെ പേര് ചെയ്യുന്നുണ്ട്, സെയിം റീല് ചെയ്യുന്നു, കൊളാക്കുന്നൊക്കെ ഉണ്ട്. അതായത് ഒരു പയ്യൻ ഒന്നുമില്ല, ഒരു ക്യാനിൽ ഒരു പലക വെച്ച് നിന്ന് ബാലൻസ് ചെയ്യുന്നു. പുള്ളി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു റീല്. അങ്ങനെ നല്ല രസമുണ്ട്. കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ വൺ റീച്ച്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവ ആരും ഒരാളെ മാത്രമേ ഫോളോയും ചെയ്യുന്നുള്ളൂ. വൺ റീച്ച്, അവൻ സ്വന്തമായിട്ട് ചെയ്തതാ. അതുപോലെ കുറെ പേര് ഇവിടെ അത് കോപ്പി അടി ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർ ഷൂസ് ഒക്കെ വെട്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര രസമുണ്ട് കാണാൻ. അത് ഇതുപോലെ ഡിഫറൻസ് സാധനം, പക്ഷെ കാണാൻ ഭയങ്കര രസമുള്ളൊരു സാധനം. അപ്പൊ എനിക്ക് വേണം ഇവിടെ വേണമെങ്കിൽ ആൾക്കാർക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ സ്കാമേഴ്സിന്റെ അടുത്ത് പോകാതെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്തുകൂടെ. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഈ മലയാളികൾക്ക് കഴിവുള്ളവർ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിവുള്ളവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രിയിൽ വന്ന് ഒന്ന് പച്ച പിടിച്ചാൽ പിന്നെ ഓക്കെയാണ്. ബട്ട് ആ വരാനുണ്ടല്ലോ, സ്വീകരിക്കാൻ, അതായത് പുതിയ കഴിവുള്ള ആളുകളെ സ്വീകരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാട്ടുന്നതോ എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ ഓക്കെയാണ് ഇവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടണ്ട, എന്തെങ്കിലുമൊക്കെ ഇന്ന് കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ഉദ്ദേശിച്ചത് ആരെയെന്ന് എനിക്ക് മനസ്സിലായല്ലോ. മനസ്സിലായത് കണ്ടന്റ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും നന്നായിട്ട് എഫേർട്ട് ചെയ്യണേക്കാളും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നമ്മളെന്തെങ്കിലും നമ്മൾക്ക് ഓൾറെഡി കുറെ മീഡിയ കൂടെ ഉണ്ടല്ലോ. നമ്മളെ എങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ചത് കുറെ ഇപ്പോഴത്തെ കുറെ മീഡിയാസ് ഉണ്ടല്ലോ. അവര് കുറെ ആൾക്കാര് പിന്നാലെ പോകുന്നുണ്ടല്ലോ. ഞാൻ അതാണ്. പിന്നെ ഇതുപോലെ ഇപ്പം 4-5 മാസമായില്ലേ ഇപ്പം കണ്ടന്റ്സ് സ്ഥിരമായിട്ട് ഇട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അതിനുശേഷം ആൾക്കാര് പുറത്തിറങ്ങുമ്പോഴത്തേക്കും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ആൾക്കാരൊന്നും സംസാരിക്കാറുണ്ടോ? ഭയങ്കര സന്തോഷം എനിക്കതില്. കാരണം ഇപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങിയ പിന്നെയാണ് തോന്നുന്നു ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്ന്, ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ലാസ്റ്റ് ഞാൻ എൻ്റെ അമ്മയായിട്ട് പുറത്തൊന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞങ്ങളൊരു ലേഡീസ് ചോയ്സ് കയറിയപ്പം അവിടുത്തെ കുട്ടികൾ സ്റ്റാഫാണ്, അവർ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ അമ്മ ലൈക്ക് അമ്മ മറ്റേ എന്താ പറയുക, മറ്റേ ജയറാമിൻ്റെ ഒരു സെല്ല് അമ്മ, ഞാൻ കൂടി ഇല്ല അമ്മ എന്നിട്ട് ആ പുള്ളിക്കാരി ഭയങ്കര പ്രൗഡായിട്ട് പറയാം, ഞാൻ ICU കിടക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അല്ല, അപ്പൊ ഈ ഇന്ററാക്ഷൻസിൽ ഏറ്റവും
ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് ഇതാണോ ഈ ആൾക്കാർ ഇന്ററാക്ട് ചെയ്തതിൽ? ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ വീഡിയോ ഇടുന്നു, നമ്മൾ ആ ഇട്ട എഫേർട്ടിന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. എനിക്ക് പിന്നെ കിട്ടിയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് മൂവിയുടെ ആയിരുന്നു. പിന്നെ എന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി പിന്നെ എനിക്ക് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. വീഡിയോസൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടുണ്ട് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത്. ഇപ്പോൾ എറണാകുളത്ത് മോസ്റ്റ് ഓഫ് പ്രോബബ്ലി എല്ലാവരും നമുക്ക് അവൈലബിൾ ആണ്, കാണാൻ പറ്റും. അപ്പം അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ എന്നോ എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ, ഭയങ്കര സന്തോഷമുണ്ട്. എറണാകുളത്ത് എവിടെ എല്ലാവരും കാണാൻ പറ്റുന്നത്? എവിടെ കാണാം, നമുക്ക് കലൂര് കാണാം, സ്റ്റേഡിയം കാണാം. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ സ്റ്റേഡിയത്തിലൊക്കെ വരാറുണ്ട്. ഉണ്ടല്ലേ? KCCL-ന്റെ തൃശ്ശൂരിന്റെ ഫേസാ. പൂരങ്ങളുടെ അല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷൻസിൽ ഇപ്പം എനിക്ക് നമുക്ക് കോമൺ ആയിരിക്കും. നമുക്ക് ഒരു തവണ മലപ്പുറത്ത് ഇതേപോലെ പോയപ്പം ഒരു കൊച്ചു വെച്ച് ഓർമ്മയില്ല, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു. ഒരു എത്ര വയസ്സൊരു 5-6 വയസ്സൊക്കെ 10 വയസ്സിനകത്തുള്ളൊരു പെങ്കൊച്ചു വന്നിട്ട് സംസാരിക്കും. അത് ആ കൊച്ചിന്റെ അച്ഛനാണ് ഓട്ടോയിൽ ഇങ്ങനെ വന്നിട്ട് അവർ തിരിച്ച് വരും, നമ്മളെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിക്കും. അത് ഭയങ്കര ഇതായിട്ട് തോന്നി നമുക്ക്. ഇതിനുള്ളിൽ നമുക്കിപ്പം ഓർക്കാൻ പറ്റിയ പെട്ടെന്ന് ഓർമ്മ വരണ ചിലപ്പോൾ അതായിരിക്കും. അല്ലാതെ നമുക്ക് എനിക്ക് കുറച്ചും കൂടി ചിലപ്പോഴൊക്കെ ക്രിഞ്ച് ആവാറില്ലേ നമ്മള്? എല്ലാവരും വന്ന് സംസാരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ കുറെ പരിചയമുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് ഷൈ ആയിരിക്കും, പക്ഷെ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ അത് സെയിം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പൊ അവര് നമ്മുടെ വീഡിയോസ് കണ്ട് അവർക്ക് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയി, പക്ഷെ നമുക്ക് അവരല്ല. അപ്പൊ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോ എനിക്ക് എന്താ അവരോട് പറയണ്ടേന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്, കുറെ വർത്താനം പറയാൻ സപ്പോർട്ട് ചെയ്തോട്ടോ എന്നൊക്കെ പറയുന്നൊക്കെ തോന്നും. പക്ഷെ ആ സമയം ഇപ്പൊ ഞാൻ ഒന്നും മിണ്ടാണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ അങ്ങനെ റിഗ്രറ്റ് അടിക്കും, പക്ഷെ അങ്ങനെയൊക്കെ പറയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നില്ല. അങ്ങനെയൊക്കെ ഇത് നമ്മളെ ഇതൊരു മനസ്സിലാവും, നമ്മളെ ഒരു അവരെ അടുത്തൊരു കൂട്ടുകാരെ പോലെ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ ഇനി എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇപ്പം സിനിമ, മോഡലിംഗ് ഇതൊക്കെ ആയില്ലേ ആക്ച്വലി ഫ്യൂച്ചർ? എന്തെങ്കിലും ഡ്രീം അല്ലെങ്കിൽ എനിക്കൊരു വലിയ ഡ്രീം ഉണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യില്ല. വേണ്ട. 11 ജപിക്കണത്. അത് എനിക്ക് 11 എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ അതിൽ തീരെ വിശ്വസിക്കാത്ത, ഞാൻ അത്ര ബിലീവർ അല്ല ഒന്നിലും. ബട്ട് ഈ 2026-ലാണ് ഞാൻ കുറച്ചൊക്കെ ഇതിലോട്ട് പോയി തുടങ്ങിയത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടും എനിക്ക് അതിലിപ്പോ വിശ്വാസമുണ്ട്. അല്ല, നമ്മൾ ചോദിച്ചത് ഇത് ഇനി എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ. 1-2 കാര്യങ്ങൾ മനസ്സിലുണ്ട്, അത് റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല. പിന്നെ ഇത് നേരത്തെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്ന്, എനിക്ക് കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ. കാരണം ടാലന്റ് ഉള്ള ഒത്തിരി പേരുണ്ട്, അവർക്കൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതായത് മോഡലിങ്, ആക്ടിങ് ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് അവർക്കിത് എക്സാക്ട്ലി തലവര മൂവി വരാൻ പറ്റാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എനിക്ക് ഒരു ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫേഴ്സ്, ഗ്രൂമേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അവരൊക്കെ എന്താ പറയുക, യുനോ വാട്ട്, ഞാൻ ഒരാളെ പറയാം, വിന്നി ഹാലോ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ മോഡലുണ്ട്. വിറ്റ്ലിഗോ മോഡലാണ് പുള്ളിക്കാരി. അതന്നെ, ഫേസിലും ബോഡിയിലും ഒക്കെ ഉണ്ട്, 2 ഷെയ്ഡും ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവരൊക്കെ ആൾക്കാർ ഓൾറെഡി അംഗീകരിച്ചു. ഈവൻ ബാർബി ഡോൾ ഇല്ലേ, ബാർബി ഡോളിനകത്ത് വിറ്റ്ലിഗോയുള്ള ബാർബി ഡോൾ അവരിറക്കി. കാരണം അവർക്കത് പബ്ലിക്കിന് ഇത് വെരി നോർമൽ, ഇത് സാധാരണമാണെന്ന്
കാരണം ഈ ബാർബി ഡോൾസ് യൂസ് ചെയ്യുന്ന ആരാ? കിഡ്സ് ആണ്. അവരിനെ അവര് ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അറ്റ് ദി സെയിം ടൈം ഇവിടെ നമ്മുടെ കേരളത്തിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല. ഒന്ന് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. നോർമലൈസ് ചെയ്യണം. യെസ്, ദിസ് ഇസ് വെരി നോർമൽ. അത് എൻ്റെ ഒരു ഡ്രീമാണ്. ദ സെക്കൻഡ് ഡ്രീം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ചെറുപ്പം മുതലുള്ള കുറേ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് ഇങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പരിധി, ഒരു കാലം വരെ മേ ബി എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവും. 2 ഫോട്ടോ വെച്ചിട്ട് ഒരാൾ ഫെയറും ഒരാൾ അഗ്ലിയും എന്ന് പഠിപ്പിച്ച് തുടങ്ങുന്നത് അതെങ്ങനെയാണ്? അത് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ചെറുപ്പത്തിലേ ഉള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തന്നെ 2 വിഭാഗം ആളുകളുണ്ട്. അതിൽ കുറച്ച് നല്ലതും ബാക്കി ഒരു ഷെയ്ഡ് മാറ്റമുള്ള ഒരാൾ, ചീത്ത ഒരാൾ എന്നുള്ള രീതിയിലുള്ളൊരു സാധനം. ആ ഒരു സംഭവം എഡ്യൂക്കേഷനിൽ അത് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പിന്നെ മാറ്റം വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം തലവര സിനിമയിൽ അർജുൻ അശോകൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, ഒരു ആഗ്രഹത്തോടെ നടക്കുകയാണ്. അപ്പോൾ അതിലും ആ സിനിമയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോഴും വിറ്റിൽഗോ കണ്ടീഷനുള്ള ആളൊന്നും മെയിൻ സ്ട്രീമിൽ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴാണ് ആ സിനിമ കാണുമ്പോഴാണ് അത് ചിന്തിക്കണത് തന്നെ. ഇപ്പോഴും ആ സിനിമ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു ആക്ടേഴ്സ് വരുന്നതോ പാച്ചസ് ഉള്ള ആൾക്കാർ വരുന്നതോ. അപ്പോഴിനി അത് മാറുമോ? എങ്ങനെയാണ് അത്? തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട് ഇങ്ങനെ വിറ്റിലേക്കുള്ള ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ റോൾ അല്ലാണ്ടൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അവർക്കൊരു പ്രശ്നമല്ല, അതവർ വെരി കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ബട്ട് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതൊരു മാറ്റമൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഇൻ ഫ്യൂച്ചർ മേ ബി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹം വരുമായിരിക്കാം. ഇപ്പം സ്റ്റോറിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റോറിയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. മേ ബി ആഫ്റ്റർ ദാറ്റ് മൂവി കുറേ പേർക്കെങ്കിലും ഇവരുടെ ഒരു ബുദ്ധിമുട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ അംഗീകരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവണം. ആൾക്കാർക്കൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് ഇവർക്ക് വരിക എന്നുള്ളത് വരാം. ബട്ട് ഒരു നടി, ഒരു നടൻ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പടമൊക്കെ അവർക്ക് കിട്ടും. മേ ബി ഈ ഒരു സിമ്പത്തിൻ്റെ പുറത്തൊക്കെ ഒരു പടത്തിലൊക്കെ ഒരു ചാൻസ് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഇതിൽ കുറേ കാര്യങ്ങൾ ബേസ്ഡ് ആണിത്. സോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി അറിയില്ല. ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വളർന്ന് വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് സാറിൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഫസ്റ്റിലെ ആൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ്, ഇപ്പം ആളുടെ റേഞ്ച് എന്താണ്, അതൊന്നൊരു പ്രശ്നമല്ല. ആൾക്കാർ ആളെ ഏറ്റെടുത്തു, അയാൾ അംഗീകരിച്ചു. മേ ബി ഇൻ ഫ്യൂച്ചർ അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു സമയം വരുമായിരിക്കും. ടാലന്റ് ഉള്ളവരെ അംഗീകരിക്കുക. പിന്നെ ബിൻസിക്ക് ലെനയുടെ ഒരു അതേ വോയിസും ഇതൊക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ തോട്ട് പ്രോസസ്സും ഏതാണ്ട് പുള്ളിക്കാരിയെ പോലെയാണെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് തോട്ട്സ് നമുക്ക് തോട്ട് ഫോർ ദ ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഒരെണ്ണം പറയാം. അതായത് നമ്മളുടെ ഒരു സാധനം കാണാതായി, ഓക്കെ, നമ്മളത് കണ്ടുപിടിക്കില്ലേ ഒരു മൊമെന്റില്. അപ്പൊ നമ്മൾ ആദ്യം അന്വേഷിച്ചു കൊടുത്തുന്നത് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് ലാസ്റ്റ് അന്വേഷിക്കുന്നിടത്തുനിന്നാണല്ലോ നമുക്കത് കിട്ടുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് അന്വേഷിക്കുന്ന സ്ഥലത്ത് ആദ്യം നോക്കിയാൽ കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്കാം, വച്ചെടുത്ത് നോക്കണം. അത് കൊള്ളാം. ഗുഡ് ഗുഡ് ഗുഡ്. വേറെന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് റീലിലുണ്ടായിരുന്ന വൈറലായ സാധനം 9, അതൊരു നല്ലൊരു തോട്ടാണ്. ഞാനും എപ്പോഴും 90, എനിക്ക് മാത്രം ഈ സംശയമുള്ളൂ. പിന്നെ അതിന്റെ കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു സമാധാനം വന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ 9 ഇല്ലേ, 9 3 വേടുണ്ട്, ബാക്കി എല്ലാ 8ഒക്കെ 2 വേടല്ലേ ഉള്ളൂ. പിന്നെ 90 100 ആടി. സത്യത്തിൽ അത് 100 അല്ലല്ലോ, 100 എത്തിയിട്ടില്ല. 9,000-ന് 9,000 തന്നെയാണ്. 900 ആണ് നീ ഉദ്ദേശിച്ചത്. 1000 ഉണ്ട്. കാര്യം പറയും.
അതെന്താന്ന് വെച്ചാല് 1 മുതൽ 10 വരെ ഉള്ളല്ലോ 9 മാത്രം 3 സ്പെല്ലിംഗ് ഉണ്ട്, ബാക്കി എല്ലാത്തിനും 2 സ്പെല്ലിംഗ് ഉള്ളു. 7, 7, 8, 9. അപ്പൊ അത് 9. അപ്പൊ നമ്മൾ 80 എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ 90 ആണ് 9. അപ്പൊ 9-നെ 2 ലെറ്റർ വേർഡുള്ളൂ. 7, 8. അപ്പൊ 9 വരുന്നത് 9. 10 വേണ്ട, 10 ഉണ്ടല്ലോ. 10 2 വാക്കാണ്. അല്ല ഇതിന്റെ കൂടെ പ്രാസത്തിന് വേണ്ട 10. അത് വേണ്ട 9. അപ്പൊ 9-നെ 9. അത് നമ്മൾ 90 എന്നാണ് പറയണത്. അതെ 100 അവിടെ ഇല്ല, 100 എത്തിയിട്ടില്ല. ഇല്ലല്ലോ. പിന്നെ 800, 700, 800 900 അല്ല, അതാണ് 90. 90 ആക്കണം, അപ്ഡേറ്റ് ചെയ്യണം. അതെ, അപ്പൊ അതാണ് അതിന്റെ ഒരു സ്റ്റോറി. 9ന്റെ സ്റ്റോറി അതാണ്. ഒഫീഷ്യലി മാറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മുടെ സിസ്റ്റം ശരിയല്ല. വേറെന്തെങ്കിലും മൊഴിമുത്തുകൾ? ഞാൻ എല്ലാം ഇവിടെ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല എന്തിടും. അത് ശരി, കൊള്ളാം. ഗുഡ്. ബെൻസിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിലും ആണെന്ന് പറയുക. അതെ, ഞാൻ എന്തായാലും പറയാനിരിക്കുമായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. നിങ്ങൾ വീഡിയോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, നേരിട്ട് പരിചയമില്ല. പിന്നെ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ പറയാൻ വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയി, ഞാൻ ഓക്കെ ആയി. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓക്കെ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, എന്നെയൊക്കെ ടെൻഷൻ നിങ്ങൾക്കാണെന്നാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി പറയാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റി. സിനിമ വിട്ടുള്ളേണ്ട, അഭിനയിക്കാൻ നല്ല ചാൻസ്. ഞാൻ കണ്ടിട്ടാണോ ഈ പറയുന്നത്? ഭയങ്കര ടാലന്റഡ് ആണ്. വേറെ ആരും പറഞ്ഞില്ല, ഞാൻ തന്നെ പറയും. അല്ലല്ല, എനിക്കും ആദ്യത്തെ കുറച്ചു നേരം തോന്നി, നമ്മൾ പറഞ്ഞില്ലേ ഒരു കോൺവെർസേഷൻ പോലെ നമുക്ക് പറയാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്ലോയിലോട്ട് വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിർഗളം സംഭവം വരുന്നുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലേ ഉള്ളൂ, ബാക്കി അവിടുന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഷോർട്ട് നോട്ടീസിലാണ് വന്നത്. ഇന്നലെ മെനിയാന്നാണ് വിളിച്ചത്. അപ്പോഴ് കാട്ടായിക്കുളം വന്നു. കാട്ടാക്കടയോ പറഞ്ഞോ? കൊച്ചിയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ. തൽക്കാലം നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഓഡിയൻസ് ഉണ്ട്, അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് സ്കിൻ കണ്ടീഷൻ ഉള്ളവരും അല്ലാണ്ട് ഹാൻഡിക്യാപ്ഡ് കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ അതൊരു പ്രശ്നമാണ്. മേ ബി അവരത് അവരുടെ ലൈഫായിട്ട് ആക്സെപ്റ്റഡ് ആണ്. അവർക്കിതൊരു പ്രശ്നമല്ല, എനിക്കിതൊരു പ്രശ്നമല്ല, സെയിം ടൈം അവർക്കിതൊരു പ്രശ്നമല്ല. ബട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവർക്കെന്തോ പ്രശ്നമുള്ള ആൾക്കാരുടെ പോലെയോ അല്ലെങ്കിൽ സിമ്പത്തി ആയിട്ടൊക്കെയാണ്. അവർ നിങ്ങളുടെ പോലെ തന്നെ ഒരാളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അവരൊരു സ്പെഷ്യൽ ആണെന്ന് കരുതി അവർക്ക് ഓവറായിട്ടൊന്നും ചെയ്തൊന്നും കൊടുക്കണ്ട. നോർമലായിട്ട് അവരോട് ബിഹേവ് ചെയ്താൽ മതി. നിങ്ങൾ നോർമലായിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കുന്ന പോലെ തന്നെ അവരോടും. അവർ നോർമൽ പേഴ്സൺസ് ആണ്, പിന്നെ അവർ കുറച്ച് സ്പെഷ്യലാണ്, അത്രേ ഉള്ളൂ. എന്നെഴുതി ഭയങ്കര അയ്യോ മോളെ ആ സാധനമേ വേണ്ട. ഞങ്ങൾ ആരും ഇത് ആഗ്രഹിക്കുന്നില്ല. ബാക്കി എല്ലാവരോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ. അതെ, എല്ലാവരും അവർ കുറച്ചും കൂടി വീക്കാണ്. അപ്പം നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്മൈൽ തന്നെ മതി ഒരു ഡേ ഫുള്ള് അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കാൻ. അതാണ് വേണ്ടത്, അതാണ് പറയാനുള്ളത്. ഇപ്പോൾ പോഡ്കാസ്റ്റിനകത്തിന് താങ്ക് യു ബെൻസി. അപ്പോൾ ഇനി എന്തായാലും വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ, മോഡലിങ്ങിൽ തന്നെ കിടിലാവട്ടെ. അങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്ത് വലിയ രീതിയിൽ അച്ചീവ് ആയതിനു ശേഷം വീണ്ടും ഇവിടെ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരട്ടെ. പിന്നെ നേരത്തെ പറയാൻ പറ്റാത്ത കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ടെന്ന്, അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതെ, അതെല്ലാം ഫുൾഫിൽ ചെയ്യട്ടെ. ഒന്നും കൂടെ വന്നിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് പറയണം, എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. നമ്മളെന്തായാലും വിളിക്കും. ബെൻസിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മൊഴിമുത്തുകൾ ഒരുപാട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങളത് പോയി കാണുക,
കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും പറയുക അല്ലേ. ഇപ്പൊ 90 ആക്കണോ 9 ആക്കണോ വേണ്ടയോ മതിയോ അതൊക്കെ നല്ലൊരു ചോദ്യമാണ്, ആവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. നല്ലതാ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ ബെൻസി, ഈ ഷോർട്ട് നോട്ടീസിലൂടെ വന്നതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും. എനിക്ക് കുറേ പേർക്ക് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. അപ്പം ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമ്മളെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി അറിയിക്കുക. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി എപ്പിസോഡും മറ്റൊരു കിടിലൻ ഗസ്റ്റുമായിട്ട് നമ്മൾ വരുന്നവരേക്കും ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി. പിന്നെ 2024 മിസ് കേരള ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ തന്നെ ഒരു ഫേസും കൂടിയാണ് പുള്ളിക്കാരി. നമ്മൾ വിളിച്ചിട്ടില്ല അതിന്റെ മിസ് കേരളയല്ലേ മിസ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മിസ്സസ് എന്നാണോ പറഞ്ഞത്? ഓക്കെ. ബെൻസി റോയ് ഞാൻ പറയാം. ബെൻസി റോയോ? ഒരേ ഒരു താരം പേര് ബെൻസി ജോയ്. ബെൻസി റോയ് അത് ഞാൻ ആക്ച്വലി എന്റെ പേര് ഇൻഡസ്ട്രിയില് ബെൻസി റാന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിലാണ് റോയ് പറഞ്ഞ് ഞാൻ കേട്ടത് ബെൻസി റാനെയാണ് ബെൻസി റോയ് എന്ന് പറഞ്ഞത് ചോദിച്ചു. ഇനിയിപ്പോ ബെൻസി അല്ല ബെൻസി ജോയ് മാറ്റി പറഞ്ഞാലേ. റാന്ന് കേട്ടിരുന്ന ഞാൻ പാന്ന വേണ്ട 90,000 9 ലക്ഷം ആക്കേണ്ടത്. 9 ലക്ഷം ആക്കുന്നത് 90,000 കഴിഞ്ഞ് 10,000 കൂട്ടിയ 1 ലക്ഷം ആവും. 1 ലക്ഷം ആയിട്ടില്ല പക്ഷെ അത് 9 ലക്ഷം ആക്കണോന്ന്. ഇവിടെ 90 ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 9,0,0,3,0 കൂടെ അപ്പൊ 9 ലക്ഷം ആവേണ്ടേ? ഇതിനെക്കാട്ടി ആ തോട്ട് അത് നിന്റെ മൊഴിമൊക്കെ വേണ്ട. ബിൻസിയുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തോട്ട്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എല്ലാരും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ബെൻസി അപ്പൊ താങ്ക്സ് ബിൻസി ഫോർ കമ്മിങ്. ബെൻസി അല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ബെൻസി എന്നല്ലേ പറഞ്ഞത്? നമ്മളെ തിരുവനന്തപുരം സ്ലാങ്ങിന്റെ വളരെ ഈസി ആയിരുന്നു. താങ്ക് യു ബെൻസി. ഞാൻ പറയണോ? വേണല്ലോ പറഞ്ഞോ. താങ്ക് യു ബെൻ. ഞാൻ പറയണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയാം. അതൊന്ന് ഇത് ചെയ്താൽ നീയല്ലേ പറഞ്ഞു. എന്താ കളിച്ചത്? സമയം എടുക്കും ഇതൊക്കെ. വെള്ളം കുടിക്കാം.